ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭു നിർമായശേതേ യദമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദി ഭുവനത്രയം. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാനഃ പ്രചോദയാത്. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നിങ്ങളുടെ കൂടെ ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രാവശ്യം ഗുരുവായൂർ, പിന്നത്തെ പ്രാവശ്യം മമ്മിയൂർ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ സംശയം. എന്തായാലും ഗുരുവായൂരും മമ്മിയൂരും ഇപ്പോൾ ഇവിടെ. വളരെ സന്തോഷം. സത്സംഗം സാധിക്കുക എന്ന് വെച്ചാൽ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നാരായണീയത്തെ ഉപാസിക്കുന്നവരുടെ മുന്നിൽ നാരായണീയം പറയാൻ കഴിയാം. ഭക്തരുടെ മുന്നിൽ ഭഗവാന്റെ കഥ പറയൽ മഹാഭാഗ്യമാണ്. ആയിരക്കണക്കിന് ആൾക്കാരല്ല വേണ്ടത്, ഭക്തരാ വേണ്ടത് ഭഗവാന്റെ കഥ പറയാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സുകളിൽ പോകാൻ വലിയ സന്തോഷമാണ്. ശരി, അപ്പോൾ വിഷയം വെച്ചിരിക്കുന്നത് 74 75 ദശകങ്ങൾ. ഭഗവാന്റെ മധുരയിലേക്കുള്ള വരവ്, അവിടെ എത്രയോ ഭക്തരെ അനുഗ്രഹിച്ചും അവസാനം കംസനെയും അനുഗ്രഹിക്കുന്നു. നിഗ്രഹിക്കുന്നു എന്നാണ് പറയുക, പക്ഷെ അത് അനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ നിഗ്രഹിക്കുന്നത് പാപത്തെയാണ്. ജഗദഘകർഷിത്വാത് കൃഷ്ണ, ജഗത്തിൻ്റെ അഘത്തെ തന്നിലേക്ക് ആകർഷിച്ചില്ലാതെയാക്കുന്നയാളാണ് കൃഷ്ണൻ. ഈ അസുരന്മാരെയൊക്കെ കൃഷ്ണൻ കൊന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഒരു ഭീകരനാണ്, ഒരു കൊലപാതകിയാണ്, ഒരു രക്തദാഹിയാണ് എന്നൊന്നും കരുതണ്ട. ഭഗവാൻ വധിക്കുന്നത് ആസുരികതയെയാണ്. പൂതനയിലെ വിഷത്തെ ആദ്യം വലിച്ചെടുത്ത് പിന്നെ അവളുടെ പരിശുദ്ധമായ ആത്മചൈതന്യത്തെ തന്നിലേക്ക് ലയിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഇതാ സംഭവിക്കുക. ആസുരികതയെ ഭഗവാൻ ഇല്ലാതെയാക്കും. ആ ആസുരികത നീങ്ങിയാലോ നമ്മളൊക്കെ പരിശുദ്ധരാണ്. പരിശുദ്ധമായ അഖണ്ഡമായ സച്ചിദാനന്ദ ചൈതന്യ സ്വരൂപികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ആ ആനന്ദചിന്മയ പ്രകാശം കരി പിടിച്ച് കിടക്കുന്നൊരു കുഴൽ ഉള്ളതുകൊണ്ട് പാനീസ് വിളക്കിൻ്റെ കുഴൽ കരി പിടിച്ചതാണെങ്കിൽ വിളക്ക് കത്തുന്നുണ്ടെങ്കിലും പുറമേക്ക് കത്തുന്നതായ അനുഭവം ഉണ്ടാവില്ലല്ലോ. അതേപോലെ
അന്ധക്കരണം വാസനാകലുഷിതമാണ്. വാസനകളാകുന്ന കരി പിടിച്ചു കിടക്കുക മനസ്സ്. അതുകൊണ്ട് ആ ആനന്ദ ചിന്മയ സ്വരൂപൻ ഭഗവാൻ പ്രകാശിക്കുന്നുവെങ്കിലും ആ പ്രകാശം അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പം എന്താ വേണ്ടത്? ഈ കരി നീങ്ങാൻ ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാന്റെ മായയാണ് ഈ മനസ്സ് എന്ന് വെച്ചാൽ. മായയിൽ പെടുമ്പോഴാണ് വാസനകൾ ഉണ്ടാവുന്നത്. ആ മായ നീങ്ങാനുള്ള വഴി ഭഗവാനെ ആശ്രയിക്കലാണ്. രാമകൃഷ്ണ പരമഹംസര് രസകരമായൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയും, മായയെ നീക്കാൻ മായേശനായ ഭഗവാനെ ആശ്രയിച്ചാൽ മതിയെന്ന്. അദ്ദേഹം പറയുക, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വീടിൻ്റെ കാവൽക്കാരനായി കടി ഉള്ള ഒരു നായ, കടിക്കുന്ന ഒരു നായ ഉണ്ടെന്ന് വിചാരിക്കുക. ആ നായ നമ്മെ കടിക്കാനായിക്കൊണ്ട് ഓടി വരുമ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടോ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, തൽക്കാലം കാര്യമില്ല. തൽക്കാലം ആ നായയുടെ കടി കൊള്ളാതെ രക്ഷപ്പെടാൻ ആ നായയുടെ ഉടമസ്ഥനെ ആശ്രയിക്കുക. വേറൊരു ഉദാഹരണം അദ്ദേഹം പറയും. ഒരു യന്ത്ര ഊഞ്ഞാലിൽ കയറി, യന്ത്ര ഊഞ്ഞാൽ കണ്ടിട്ടില്ലേ? കാണുമ്പം നല്ല ഭംഗിയാണ്. അതിൽ ആൾക്കാർ കയറി ഇങ്ങനെ തിരിയുന്നത് കാണുമ്പോഴും ഭംഗിയാണ്. പക്ഷെ നമ്മൾ കയറി തിരിയാൻ തുടങ്ങിയാൽ അത്ര സുഖം ചിലപ്പം തോന്നിക്കോണമെന്നില്ല, പേടിയാവും. ഇത് വളരെ വേഗത്തിൽ തിരിയുമ്പോൾ വല്ലാതെ പേടിയാവും. അങ്ങനെ പേടിക്കുമ്പോൾ ഇതൊന്ന് നിന്ന് കിട്ടാൻ എന്താ വഴി? ഇത് കറക്കുന്നയാളെ വിളിച്ച് കരയുക എന്നത് മാത്രമാണ് വഴി. വേറെ നമ്മൾ വലിയ അധികാരമുള്ള ആളാണ്, ജില്ലാ കളക്ടറാന്ന് പറഞ്ഞിട്ടൊന്നും തൽക്കാലം കാര്യമില്ല. ഇത് കറക്കുന്നയാളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഈ കറക്കത്തിൽ നിന്നും രക്ഷപ്പെടും. അപ്പം മായയുടെ കറക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി മായേശനായ ഭഗവാനിൽ ശരണാഗതി അടയുക, ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആശ്രയിക്കുക എന്ന് വെച്ചാൽ ശരണാഗതി സമർപ്പിക്കുക. ഭാഗവതത്തിൽ ഉത്തരാദേവി കാണിച്ചു തരുന്നുണ്ട് എന്താണ് ശരണാഗതി എന്ന്. ഉത്തരാദേവിയുടെ നേരിട്ടുള്ള ബന്ധുക്കൾ അവരൊക്കെ കേമന്മാരുമാണ്, പാണ്ഡവർ. അവർ ഇരിക്കുന്ന സദസ്സിൽ അവരുടെ അടുത്തേക്ക് പോകാതെ കൃഷ്ണൻ്റെ അരികിൽ ചെന്ന് എന്നെ രക്ഷിക്കൂ ഭഗവാനെ എന്നാവശ്യപ്പെടുകയാണ് ഉത്തരാദേവി ചെയ്തത്. അതെന്തേ അങ്ങനെ ചെയ്തതിന് കാരണം എന്ന് ഉത്തരാദേവി തന്നെ അവിടെ പറയുന്നു. എന്തുകൊണ്ട് ഈ പാണ്ഡവരൊന്നും ആശ്രയിച്ചില്ല? അവരൊക്കെ പരസ്പരം നാശമുള്ളവരാണ്, അവർ സ്വയമേ നശിക്കുന്നവരാണ്. അപ്പോൾ ഈ സ്വയം നശിക്കുന്ന, നാളെ നശിക്കുന്ന ഒരാളെ ആശ്രയിച്ചാൽ എന്താണോ നമുക്ക് വേണ്ടത് അത് സ്ഥിരമായിട്ട് കിട്ടുമോ? ഇല്ല. ഉറപ്പില്ലാത്തതിൽ ചാരി നിന്നാൽ വീഴും, അല്ലേ? വീഴാതെ നിൽക്കണമെങ്കിൽ ഉറപ്പുള്ളതിൽ ചാരി നിൽക്കണം. ഇപ്പം ബ്രഹ്മത്തിൽ ചാരി നിൽക്കണം. പണ്ടൊരു സംസ്കൃത വ്യാകരണ പണ്ഡിതനായ ഒരു മഹാത്മാവ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ആരാ, അല്ലെങ്കിൽ ബ്രഹ്മചാരി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ രസകരമായി പറഞ്ഞു കൊടുത്തു, ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്നയാളാണ് ബ്രഹ്മചാരി എന്ന്. സംസ്കൃത വ്യാകരണ പണ്ഡിതനാണ് പറഞ്ഞതെന്ന് ഓർക്കണേ. വ്യാകരണപ്രകാരം അത് ശരിയല്ല, ചാര്യ സംസ്കൃതമല്ല. അദ്ദേഹം ആശയപരമായിട്ടാണ് പറഞ്ഞത്. ബ്രഹ്മത്തിൽ ചാരി നിൽക്കുക, അധിഷ്ഠാനം, അടിസ്ഥാനം, ആശ്രയം ബ്രഹ്മമാവുക, ഭഗവാനാവുക. എന്നാൽ വീഴില്ല, അതെന്നുള്ളതാണ്, ഉറപ്പുള്ളതാണ്. മറ്റ് നമ്മളുടെ രക്ഷിതാക്കളാണ്, രക്ഷകർത്താക്കളാണെന്ന് കരുതുന്നവർക്കൊക്കെ എന്തുറപ്പാണുള്ളത്? ഭാഗവതത്തിൽ നാരദൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നില്ലേ, ഞാൻ രക്ഷിക്കാം എന്ന് പറയുന്നവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു പാമ്പിൻ്റെ വായിൽ കിടക്കുന്ന തവള വേറൊരു പാമ്പിൻ്റെ വായിൽ കിടക്കുന്ന തവളയോട് നിനക്ക് ഞാനുണ്ടെന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ചുറ്റിനുള്ള ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയൊക്കെ. നീ പേടിക്കുകയേ വേണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചോളൂ എന്ന് പറയുന്നത് എന്നാണ്. അവർക്കൊക്കെ എത്ര കാലം രക്ഷിക്കാൻ പറ്റും? എന്ന് വെച്ചാൽ ഈ ലോകം അനിത്യമാണ്. ഈ ലോകത്തിലുള്ള ഒന്നും ഉറപ്പുള്ളതല്ല. അത് ബന്ധുക്കളായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, അധികാരമായിക്കോട്ടെ, ഒന്നും ഉറപ്പുള്ളതല്ല. അടുത്ത നിമിഷം ഇല്ലാതെയാവാം.
അപ്പോൾ ഉറപ്പില്ലാത്ത ഇവയൊക്കെ എന്നെ രക്ഷിക്കും എന്ന് കരുതി ഇതിൽ പെട്ട് കിടന്നാൽ വീഴും. ചാരിയതിന് ഉറപ്പില്ലെങ്കിൽ അത് വീഴുമ്പോൾ നമ്മളും വീഴും. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലുണ്ടാകുന്ന വീഴ്ചകൾക്കൊക്കെ കാരണം അനിത്യമായത് നിത്യമാണെന്ന് കരുതി അതിനെ ആശ്രയിച്ചു എന്നതാണ്, ആശ്രയിക്കുന്നു എന്നതാണ്. ഈ പ്രപഞ്ചം അനിത്യമാണ്, ഇത് ക്ഷണികമാണ്. ഇവിടെ നിത്യനായി ഒരേ ഒരാളേ ഉള്ളൂ. ആര്? അച്യുതനായ ഭഗവാൻ എന്നറിഞ്ഞ് ആ നിത്യമായ സത്യത്തെ ആശ്രയിക്കുന്ന ആൾക്കൊരിക്കലും വീഴ്ചയുണ്ടാവില്ല. അതാണ് കൃഷ്ണനെ ആശ്രയിച്ചാൽ ഉള്ളിലുള്ള പാപം, ആസുരികത നീങ്ങും. അത്രയോ വേണ്ടോ? മറ നീങ്ങ വേണ്ടോ? അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവാ, ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾ മോഹിക്കുന്നു, ഭ്രമിക്കുന്നു. ആ ഭ്രമം വഴി ഇവിടെ നെട്ടോട്ടോടുന്നു. ഭയദുഃഖങ്ങളാൽ ബാധിക്കപ്പെട്ട അസ്വസ്ഥനായി അശാന്തനായി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. ഈ ഭ്രമം നീങ്ങാൻ എന്താ വഴി? അറിവില്ലായ ആണ് ഭ്രമത്തിന് കാരണം. അത് നീങ്ങിയാൽ മതി. അജ്ഞാനം നീങ്ങിയാൽ മതി. ഇരുട്ട് നീങ്ങാൻ എന്താ വഴി? വെളിച്ചത്തെ ആശ്രയിച്ചാൽ മതി. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ടിന് പിന്നെ നിൽപ്പില്ല. അപ്പോൾ നിത്യനായ ഭഗവാനെ ആശ്രയിച്ചാൽ ആസുരികത നീങ്ങും. നമ്മുടെ ഉള്ളിൽ അസുരന്മാരുണ്ടെന്ന് നമുക്കറിയാം. വേറെ ആരെയും അറിയിക്കാതെ നമ്മൾ ചിലപ്പം നല്ല സാമർഥ്യമൊക്കെ ഉള്ളവരെ കഴിച്ചു കൂട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ പൂതനയും ധേനുകനും കേശിയും ഇത്യാദികളൊക്കെ ഉണ്ടെന്നുള്ളത്, അല്ലേ? ഇതൊക്കെ നീങ്ങണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധങ്ങളൊക്കെ നീങ്ങി നേരെ ആവണമെന്ന് ആഗ്രഹമില്ലാത്ത ആരല്ലാത്തത്? നേരെ ആവണമെന്ന് ആഗ്രഹം ഇല്ലാത്ത ആരാ ഉള്ളത്? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നേരെ ആവണ്ട എന്നുണ്ടോ? ഇല്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറ്റുന്നില്ല. കാമം, ക്രോധം, ലോഭം, മോഹം ഇതൊക്കെ അങ്ങ് അതിന് പറ്റിയ അവസരത്തിൽ അങ്ങ് എണീറ്റ് നിൽക്കുമ്പോഴേ അത് സടകുടഞ്ഞ് എണീക്കുമ്പം നമ്മളതിൻ്റെ പിടിപെട്ടു പോവുക. നേരെ ആവണം പറ്റായ. അതിനെന്താ വഴി? ഭഗവാനെ ആശ്രയിക്കുക. നല്ലത് ഭഗവാന് ഉള്ളിലേക്ക് കൊടുക്കുക. ഉള്ളിലുള്ള ഈ ദുഷ്ടന്മാരെ അസുരന്മാരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട. മറിച്ച് ഭഗവാനെ ഉള്ളിലേക്ക് കൊടുത്താൽ മതി. കലക്ക് വെള്ളത്തിലേക്ക് തെളിഞ്ഞ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. കലക്ക് തന്നെ പോയിക്കോളും. ഇതേപോലെ കലങ്ങിയ മനസ്സിലേക്ക് തെളിഞ്ഞ ഭഗവാനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കണ്ണിലൂടെയും ചെവിയിലൂടെയും ഒക്കെ ഭഗവാനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൂടെ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള കാമം, ക്രോധം അതിൻ്റെയൊക്കെ ശക്തി കുറയുന്നത് കാണാം. സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. കുറേ കാലം മുന്നത്തെ നമ്മളും ഇന്നത്തെ നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ടോയെന്ന്. അന്നൊരു 10 ഉറുപ്പ്യ വീണു പോയാൽ വല്ലാതെ നമ്മൾ സങ്കടപ്പെടുമായിരുന്നു. അന്നൊരു 10 ഉറുപ്പ്യ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് കണ്ടാൽ എന്തും അതിനു വേണ്ടി ചെയ്യുമായിരുന്നു. ഇന്നിപ്പം 10 ഉറുപ്പ്യൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. 100 ഉറുപ്പ്യൊക്കെ ആയിട്ടുണ്ട്, അല്ലേ? അതന്നെ വ്യത്യാസമാണ്. എന്താ കാരണം? നമ്മൾ ഭാഗവത് എടുത്തു, നാരായണീ എടുത്തു, ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നാരായണീയത്തെ ഭാഗവതത്തെ ഉപാസിക്കുന്നു. അതിലൂടെ ഭഗവാൻ ഉള്ളിലേക്ക് എങ്ങനെ കയറി തുടങ്ങി. അവിടെയുള്ള കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ശക്തി കുറഞ്ഞു വന്നു. ഇത് തുടർന്നു കഴിഞ്ഞാൽ ശാന്തമായിക്കോളും, അടങ്ങിക്കോളും, ശുദ്ധമായിക്കോളും അന്ധക്കരണം എന്നർത്ഥം. അടുത്ത ഘട്ടമോ? വിഷത്തെ വലിച്ച ഭഗവാൻ പിന്നെ വലിച്ചത് പൂതനയെ തന്നെയാണ്. നമ്മെയും വലിച്ചോളും. നമ്മളിൽ നമ്മളായി പ്രകാശിക്കുന്ന ആ ബോധചൈതന്യം പരമബോധത്തിൽ ലയിക്കും. ശരീരം അങ്ങ് വീണാൽ ഇനിയൊരു ജന്മം വേണ്ടി വരില്ല. ഇതാണ് ഭഗവാൻ ഈ അസുരന്മാരെ നിഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം. ആധ്യാത്മികമായ ഒരർത്ഥം കൽപ്പിക്കുന്നു എന്നതുകൊണ്ട് ഭൗതികമായി ഇതൊന്നും നടന്നിട്ടില്ല എന്ന് തെറ്റിദ്ധരിക്കരുതേ. അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അർജുനൻ മനസ്സാണ്, കെട്ടിയ കുതിരകൾ ഇന്ദ്രിയങ്ങളാണ്, കൃഷ്ണൻ ആത്മാവാണ് ഒക്കെ പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഈ തത്വം പറഞ്ഞ് വന്ന് മഹാഭാരതമേ നടന്നിട്ടില്ല, കൃഷ്ണനേ ഉണ്ടായിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. ആധ്യാത്മികമായ അർത്ഥം കൽപ്പിക്കാം. അത് ഭൗതികമായ
അർത്ഥത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേണ്ട. അപ്പോൾ ഈ അസുരന്മാരെയൊക്കെ വധിച്ചു എന്നതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ആസുരികത നീങ്ങും എന്നതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇത് ആരംഭിച്ചത് പൂതനയിലാണ്, ഹരിശ്രീ കുറിച്ചത് പൂതനയിലാണ്. അതങ്ങനെ മുന്നോട്ട് പോയി കംസവധത്തിൽ എത്തി ഒരു ഘട്ടം അവസാനിക്കുന്നു. ഓരോ സ്റ്റേജുണ്ട് കൃഷ്ണലീലകൾക്ക് അല്ലേ, ഓരോ സ്ഥലങ്ങൾ തന്നെ ഉണ്ട്. ആദ്യം അമ്പാടി, ആദ്യം മധുരയിൽ പിന്നെ അധിക സമയം ഉണ്ടായിട്ടില്ല. അവിടുന്ന് ഗോകുലത്തിൽ വെച്ച് പൂതനയെ, തൃണാവർത്തനെ അവരെയൊക്കെ കൊന്നു. അതൊക്കെ കഴിഞ്ഞ് വൃന്ദാവനം, ഗോകുലത്തിൽ തീർത്തും ഉണ്ണിക്കണ്ണനാണ്. വൃന്ദാവനത്തിലെത്തിയപ്പോഴേക്ക് ഒരു കുമാരനായി. ആ കൗമാരവും കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലൂന്നുകയാണ് മധുരയിലേക്ക് എത്തുമ്പോഴേക്ക്. അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ ഒരു ഉയർന്ന ഭാവം കംസവധത്തിൽ, ആ സന്ദർഭത്തിൽ നമുക്കതാണ് കാണാൻ കഴിയുക, കുവലയാപീഠത്തിനെ കൊല്ലുന്നതിലൊക്കെ. അപ്പോൾ ഈ 2 ദശകങ്ങളാണ് നമ്മുടെ വിഷയം. നാരായണീയം നമുക്കറിയാം സ്തോത്രകാവ്യമാണ്. ഒന്ന് സ്തോത്രവും കാവ്യവും കൂടെ ആകുമ്പോഴാണ് സ്തോത്രകാവ്യം എന്നതിനെ പറയുക. സ്തൂയതേ അനേന ഇതി സ്തോത്രം. എന്തിനാൽ സ്തുതിക്കപ്പെടുന്നോ അത് സ്തോത്രം, അല്ലെങ്കിൽ സ്തുതികളുടെ സഞ്ചയം സ്തോത്രം. അപ്പം അത് ഇനി കാവ്യം എന്ന് വെച്ചാലോ, കാവ്യത്തിന് അനേകം നിർവചനങ്ങളുണ്ട്. വാക്യം രസാത്മകം കാവ്യം, അത് വളരെ പ്രസിദ്ധം. രസാത്മകമായി പറഞ്ഞാൽ അത് കാവ്യം, കേൾക്കുന്ന ആൾക്കാരിൽ രസം ജനിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് കാവ്യമായി എന്നാണ്. അപ്പോൾ നാരായണീയം സ്തോത്രവുമാണ്, അതിമനോഹരമായ കാവ്യവുമാണ്. അതിമനോഹരമാണ്. ശബ്ദാലങ്കാരങ്ങളുടെയും ഭാവാലങ്കാരങ്ങളുടെയും മനോഹരമായ ചേർച്ച നമുക്ക് നാരായണീയത്തിൽ കാണാം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വായിച്ചൊരു ദശകം, അവിടെ അരിഷ്ടൻ്റെ വരവ് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നുണ്ട്. ഭോജരാജഭൃതകസ്ത്വതകശ്ചിൽ കഷ്ടദുഷ്ടപഥ ദൃഷ്ടിരരിഷ്ട. കഷ്ടദുഷ്ടപഥ ദൃഷ്ടിരരിഷ്ട എന്ന് കേൾക്കുമ്പം സംസ്കൃതം ഒന്നും അറിയാത്ത ആളാണെങ്കിലും സുന്ദരിയായൊരു പെൺകുട്ടി വരുന്നു എന്ന് തോന്നും. അത് കേട്ട് കഴിഞ്ഞാൽ ഇല്ല, അരിഷ്ടാസുരൻ വന്നത് പറയാണ്. അത് ഇനി അർത്ഥം അറിയില്ലെങ്കിലും ഇത് കേട്ടാൽ എന്തോ അപകടമായിട്ടാണ് വന്നതെന്ന് മനസ്സിലാവും. കഷ്ടദുഷ്ടപഥ ദൃഷ്ടിരരിഷ്ട. ഇത് മനോഹരമായിട്ടുള്ള പ്രയോഗം നോക്കൂ. ഉദഗാധുരഗാധിപതി മനസ്സിലിങ്ങനെ കാണാം. അതങ്ങനെ ഉയർന്നങ്ങനെ വരുന്നത്. കാളിയൻ എങ്ങനെ ഉദകത്തിൽ നിന്ന് ഉദഗാത് ഉയർന്നു വന്നു, ഉരഗാധിപതി. ആ ശബ്ദങ്ങളുടെ മനോഹരമായ പ്രയോഗം അതിമനോഹരമാണ്. അതിമനോഹരമായ കാവ്യം. ഒരു വിട്ടുവീഴ്ചയും എവിടെയും ചെയ്യേണ്ടി വന്നിട്ടുമില്ല ഭട്ടതിരിപ്പാടിന്. ഭക്തിക്ക് വേണ്ടി സാഹിത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടില്ല, സാഹിത്യത്തിന് വേണ്ടി വ്യാകരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. പൊതുവേ കാവ്യരചനയിൽ ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, എവിടെയും വന്നിട്ടില്ല. അതാണ് ഭട്ടതിരിപ്പാടിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിതകളിൽ പോലും വ്യാകരണ പണ്ഡിതന്മാർ പല വ്യാകരണ പെശകുകളൊക്കെ പലയിടത്തും പറയാറുണ്ട്. ഇത് നാരായണീയത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. എവിടെയും ഒരു അനുനയം വേണ്ടി വരാതെ അനുത്തമമായ കൃതി, അല്ലെങ്കിൽ അനുപമമായ കൃതി. ഇനി ഇതിന് ഉപമിക്കാൻ വേറൊന്നുമില്ല. ഭാഗവതത്തിൻ്റെ ചുരുക്കം ആണെന്നാണ് പൊതുവെ പറയുക. തെറ്റില്ല കേട്ടോ, പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ചുരുക്കം തന്നെയാണ്. പക്ഷെ ഭാഗവതത്തെ നേരങ്ങ് ചുരുക്കിയതല്ല ഭട്ടതിരിപ്പാട്. ഭാഗവതത്തെയാണ് അവലംബിച്ചതെങ്കിലും കൂട്ടി പറഞ്ഞിട്ടുണ്ട്, ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഭാഗവതത്തിൽ പറയാത്തത് കൂട്ടി പറഞ്ഞിട്ടില്ലേ? നരനാരായണന്മാരുടെ കഥയൊന്നും സഹസ്രകവചൻ്റെ കഥയൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലേ? അത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറഞ്ഞത് ചുരുക്കിയിട്ടുണ്ട്, അവിടെ ചുരുക്കിയത് ഇവിടെ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഭാഗവതത്തിൻ്റെ ഒരു ചെറിയ കോപ്പി എന്ന് മാത്രം പറയാൻ വയ്യ. അത് ചെറിയൊരു ന്യൂനതയാണ്. ആ ന്യൂനത അല്ലേ, ഇതൊരു സ്വതന്ത്ര കൃതി തന്നെയാണ്. ദ്വേധാ നാരായണീയം,
രണ്ട് പ്രകാരം കൊണ്ട് നാരായണീയം ഈയപ്രത്യയത്തിന് സംബന്ധിക്കുന്നത് എന്നർത്ഥം. നാരായണനെ സംബന്ധിക്കുന്നത്, നാരായണൻ എഴുതിയതിനാൽ നാരായണനെ സംബന്ധിക്കുന്നത്, നാരായണനെ പറ്റിയുള്ള കൃതിയായതിനാൽ നാരായണനെ സംബന്ധിക്കുന്നത്. അങ്ങനെയുള്ള നാരായണീയം വെറുതെ വായിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അത് അനുഭവിക്കുന്നവരാണ് നിങ്ങളൊക്കെ. ആ നാരായണീയത്തിലെ 74-ാമത്തെയും 75-ാമത്തെയും ദശകങ്ങൾ ഭഗവാൻ മധുരാപുരിയിലേക്ക് പ്രവേശിക്കുകയാണ്. അക്രൂരനാൽ മധുരയിലേക്ക് എത്തപ്പെട്ടു ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന്. ഈ അക്രൂരന് കൃഷ്ണനെ അറിയാം. കൃഷ്ണനെ അറിഞ്ഞതുകൊണ്ടാണ് അക്രൂരന് കൃഷ്ണനിൽ പരമമായ ഭക്തി ഉണ്ടായത്. കൃഷ്ണൻ ഈശ്വരനാണ് എന്ന് അക്രൂരന് അറിയാം. അങ്ങനെ അറിയുന്നവനാണെങ്കിൽ പോലും ഇടയ്ക്ക് ഒരു മനുഷ്യഭാവം, മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ഒരു സന്ദേഹം എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ടല്ലോ. എത്ര നമുക്ക് ബുദ്ധിയായാലും ഇടയ്ക്കൊരു സംശയം വന്നു പോവുക. അങ്ങനെയൊരു സംശയം അക്രൂരന് ഉണ്ടായി. അത് ആ സ്നേഹം കൂടിയതുകൊണ്ടും കൂടിയാട്ടോ. ഈ ഉണ്ണിക്കണ്ണനെയും കൊണ്ടുപോകുന്ന സമയത്ത് താൻ എങ്ങോട്ട് ആ കുവലയാപീഠം എന്ന വലിയ ആനയ്ക്ക് കൊടുക്കാനല്ലേ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ചാണൂരൻ മുഷ്ടികൻ 2 ഭീമന്മാർക്ക് തല്ലാൻ വേണ്ടിയിട്ടല്ലേ ഈ 2 ഉണ്ണികളെ കൊണ്ടുപോകുന്നത്? ആ സ്നേഹാധിക്യത്തിൽ മാനുഷിക ഭാവം ഒന്ന് പ്രകാശിച്ചപ്പോൾ ഒരു സംശയം ഉണ്ടായി. ആ സംശയം ഭഗവാൻ തീർത്തു കൊടുത്തു. ആരാണ് തങ്ങൾ എന്ന് കാണിച്ചു കൊടുത്തിട്ട് യമുനയിൽ മുങ്ങി കണ്ണ് തുറന്നപ്പോൾ മുന്നിൽ കണ്ടു ബലരാമനെ അനന്തനായും ഭഗവാനെ അനന്തപത്മനാഭനായും. അവിടെ ഒരു ദശാവതാര സ്തോത്രം തന്നെ ഉണ്ടായി. ഭാഗവതം നോക്കിയാൽ കാണാം. നമക്കാരണമത്സ്യായ പ്രളയാബ്ധിചരായ ച. മത്സ്യാവതാരം മുതൽക്ക് ഇങ്ങോട്ടുള്ള അവതാരങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. ബുദ്ധനെ ബുദ്ധായ ശുദ്ധായ, ബുദ്ധനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ബുദ്ധനും നമ്മുടെ ആളാണ് കേട്ടോ, നമ്മുടെ ആളല്ല എന്നൊക്കെ ഒന്ന് പലരും പറയുന്നുണ്ട് അല്ലേ. ബുദ്ധൻ നമ്മുടെ ആളല്ല. ബുദ്ധമതം വേറെയാണ്, വേറെയൊന്നുമല്ല. സനാതന ധർമ്മത്തിലെ തന്നെ ഒരു സമ്പ്രദായം, ബുദ്ധ സമ്പ്രദായം, അത്രയേ ഉള്ളൂ. ബുദ്ധൻ ഭഗവാൻ തന്നെയാണ്. അസുരന്മാരെ വഴിതെറ്റിക്കാൻ, അവരെ ശാസ്ത്രവിരോധികളാക്കാൻ വേണ്ടി ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിച്ചു എന്നാണ് പുരാണങ്ങൾ പറയുക. എന്നിട്ട് വേദത്തെ നിന്ദിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ്. അതങ്ങനെ നമ്മളുടെ ആചാര്യന്മാർ പറയാൻ കാരണം, ഈ ബുദ്ധൻ വേദത്തെ നിന്ദിച്ചിട്ടില്ല. ബുദ്ധൻ്റെ നേരിട്ടുള്ള ഉപദേശങ്ങൾ നോക്കിയാൽ അവിടെയൊന്നും വേദനിന്ദ നമ്മൾ കാണില്ല. വേദത്തിനെ പ്രശംസിച്ചിട്ടുമില്ല, നിന്ദിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് പറയേണ്ടത് പറഞ്ഞു പോയി. മാത്രമല്ല, യാഗങ്ങളുടെ പേരിൽ അന്ന് അവിടെ നടന്നു വന്ന ഹിംസയെ ശക്തമായി എതിർക്കുകയും ചെയ്തു. വേദത്തെ പാടെ നിഷേധിച്ചിട്ടില്ല ബുദ്ധൻ. പക്ഷെ വേദത്തിനെ ഉയർത്തി പറഞ്ഞില്ല, വേദത്തിൻ്റെ മഹിമയെപ്പറ്റി അധികം പറഞ്ഞില്ല എന്നതെടുത്ത് ഈ ബുദ്ധൻ്റെ അനുയായികൾ വേദത്തെ നിഷേധിച്ചു. ബൗദ്ധന്മാർ വേദത്തെ നിഷേധിച്ചു. ഇതിന് ഒരു പ്രചാരവും കിട്ടിത്തുടങ്ങി. അങ്ങനെ പ്രചാരം കിട്ടിത്തുടങ്ങുമ്പോൾ സാധാരണക്കാർ എപ്പോഴും അങ്ങനെയാണ്. ഒരു പുതിയ സമ്പ്രദായം വന്നാൽ ഒരു കൗതുകം കൊണ്ട് ഈ സാധാരണക്കാർ, വലിയ അറിവില്ലാത്തവർ അങ്ങ് പോകും. ഇന്നും നമ്മളത് കാണും. പല കള്ള സന്യാസി എന്ന് പറയാൻ വയ്യ, രണ്ടും ചേരില്ല. കള്ളൻ സന്യാസി ആവില്ല, സന്യാസി കള്ളനും ആവില്ല. എന്നാലും സന്യാസിയുടെ വേഷം കെട്ടി വരുന്ന കള്ളന്മാരില്ലേ, ഇവർക്കൊക്കെ എത്രയോ അനുയായികൾ ആദ്യഘട്ടത്തിലുണ്ടാവുക. പിന്നെ പോലീസ് കേസൊക്കെ വരുമ്പോഴാണ് ഇയാൾ വരും കള്ളനാന്ന് മനസ്സിലാവുക. എന്നുവെച്ചാൽ ഒരു പുതിയ സമ്പ്രദായം വരുമ്പോൾ വലിയ ആധ്യാത്മിക അടിത്തരൊന്നും ഇല്ലാത്തവർ അതിന് പിറകിൽ അങ്ങ് പോകും. അങ്ങനെ അന്നും ഈ ബൗദ്ധ സമ്പ്രദായത്തിൽ ആകൃഷ്ടരായൊരു ഭൂരിപക്ഷം സാധാരണ ജനത വേദനിഷേധികളായി പോകുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ ആചാര്യന്മാർ എന്തു പറഞ്ഞു? ഭഗവാൻ തന്നെ ബുദ്ധനായി അവതരിച്ച് വേദനിഷേധം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടല്ല, അസുരന്മാരെ വേദനിഷേധികളാക്കാൻ, അസുരന്മാരെ വഴിതെറ്റിക്കാൻ, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ രീതിയിലെടുത്ത ഒരു അവതാരമാണെന്ന് പറഞ്ഞു. ബുദ്ധനും നമ്മുടെ അവതാരം തന്നെ, ഭഗവാന്റെ അവതാരം തന്നെ. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ നോക്കിയാൽ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ബുദ്ധൻ പറഞ്ഞതൊക്കെ, പുതിയതൊന്നും പറഞ്ഞിട്ടില്ല.
ഉപദേശങ്ങൾ ഛാന്തോക്യോപനിഷത്തൊക്കെ എടുത്ത് ബുദ്ധൻ്റെ നേരിട്ടുള്ള ഉപദേശങ്ങളും കൂടി വെച്ചൊന്ന് പരിശോധിക്കുക. ഈ അടുത്ത കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട്, ശബരിമല പണ്ട് ബുദ്ധവിഹാരമായിരുന്നു എന്നും അവിടുത്തെ അയ്യപ്പൻ ബുദ്ധനായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നും പറയുന്നുണ്ട് കേട്ടോ. അത് പറയുന്നവർ അതിന് ഒരു തെളിവായി പറയുന്നത് ഈ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടല്ലോ, ഈ ശരണം വിളി ശബരിമലയിലാണ് പ്രധാനം. ഈ ശരണം വിളി വേറെ എവിടെയും ഇല്ലാത്ത ശരണം വിളി ശബരിമലയിൽ വരാൻ കാരണം അത് ബുദ്ധ വിഹാരമായതുകൊണ്ടാണെന്നാണ്. കാരണം ബുദ്ധം ശരണം ഗച്ഛാമി ബുദ്ധ സമ്പ്രദായത്തിലുണ്ടല്ലോ, ആ ശരണമാണ് അവിടേക്ക് വന്നത് എന്നാണ്. ഈ ശരണ ശബ്ദപ്രയോഗം നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, ഉപനിഷത്തുകളിലുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ ബുദ്ധൻ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തതാണ്, അല്ലാതെ അവിടുന്ന് ബുദ്ധനിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതല്ല. അപ്പോൾ ആ ഉപനിഷത്തിലും നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള ശരണശബ്ദം തന്നെയാണ് അവിടെ ശരണമയ്യപ്പ എന്നുള്ള രീതിയിൽ വന്നത്. അല്ലാതെ അത് പിന്നീട് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ബുദ്ധൻ പറഞ്ഞ ശരണം ഇങ്ങോട്ട് എടുത്തതല്ല എന്നർത്ഥം. ശരി, എന്തായാലും ആ അക്രൂരൻ്റെ സ്തുതിയിൽ ബുദ്ധനും കൂടെ ഉണ്ട്, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അക്രൂരന് ബോധ്യമായി. ബോധ്യം നേരത്തെ ഉണ്ട്, അപ്പോൾ ഒന്നുകൂടി ഉറപ്പായി, സംശയമൊക്കെ തീർന്നു. എന്നിട്ട് രഥത്തിൽ കയറി നേരെ മധുരയിലേക്ക് അങ്ങ് ചെന്നു. മധുരയിലെത്തി കുറച്ച് നേരം വിശ്രമിച്ചു. അതിനുശേഷം അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്. തന്നെ കാത്ത് കുറേ പേര് മധുരയിൽ ഉണ്ട്, തന്നെ കാണാൻ അത്ര ആഗ്രഹിച്ചിട്ട്. അവർ കംസനെ പേടിച്ച് ആ ആഗ്രഹം അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷേ അത്രയും മോഹിച്ച് നിൽക്കുന്നുണ്ട്. കാണാനൊരു അവസരം കിട്ടാൻ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ദർശനം കൊടുക്കണം, അവരെ അനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. മധുരാപുരി നിവാസികളെ, അവിടെ തന്നെ മധുരയിലെ ആ സ്ത്രീകളെ ഒക്കെ അനുഗ്രഹിക്കണം എന്ന് നിശ്ചയിച്ചിട്ട് സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഖിജനൈ യാദപ്പുരീമീക്ഷിതും പ്രാപോ രാജപഥം ചിരശ്രുതിധൃത വ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത അഗണ്യപുണ്യനികളൈ ആകൃഷ്യമാണോന്നു കിം. അവിടെ ചിരശ്രുതിധൃത വ്യാലോക കൗതൂഹലകളായിക്കൊണ്ട് ചിരമായി ശ്രുതി കേൾക്കുക കാരണം വ്യാലോകനം ചെയ്യാൻ കാണാൻ ആഗ്രഹിച്ച് കൗതൂഹലകളായിക്കൊണ്ട് നിൽക്കുന്ന മധുരാ സ്ത്രീകളെ കാണണം, അവരനുഗ്രഹിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. എന്നിട്ട് അവരുടെ പുണ്യം ആകുന്ന ചങ്ങല ഭഗവാനെ ആകർഷിച്ചോ എന്ന് തോന്നുമാറ് ഭഗവാൻ മധുരയിലേക്ക് അങ്ങ് പ്രവേശിച്ചു എന്നാണ്. ഈ മധുരാ സ്ത്രീകളുടെ പുണ്യമാകുന്ന ചങ്ങല കണ്ണനെ പിടിച്ചു വലിച്ച് മധുരയിലേക്ക് കൊണ്ടുവന്നു എന്ന പോലെ ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ഈ സുഹൃതം ഉണ്ടെങ്കിലേ ഭഗവാനെ കാണാൻ പറ്റും, പുണ്യം ഉണ്ടെങ്കിലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ, ഭക്തന്മാരെ കാണാൻ പറ്റുള്ളൂ, സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതെ, പുണ്യത്തിൻ്റെ പരിഭാഗപ്പെടലാണ് വഴി നേരെയാവുക എന്നാണ് പറയുക. ഈ ജീവൻ ഇങ്ങനെ സംസാരത്തിൽപ്പെട്ട് ജനിക്കുന്നു മരിക്കുന്നു, ഇതിനൊരു അവസാനമല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇങ്ങനെയാണ് പറയുക. ഈ ജീവൻ ജീവിക്കുന്ന സമയത്ത് വെറും പാപം ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ, പുണ്യവും ചെയ്യും, മിശ്രമായിട്ട് കർമ്മം ചെയ്യാം. അപ്പോൾ ഈ പുണ്യകർമ്മം ചെയ്യുമ്പോൾ പുണ്യത്തിൻ്റെ ഫലം അതങ്ങനെ സഞ്ചയിക്കപ്പെടും. അത് പരിഭാഗപ്പെടുമ്പോൾ അവിടെ സത്സംഗം സാധിക്കും, മഹാത്മാക്കളെ കാണാൻ കഴിയും, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോയി ഇരിക്കാൻ കഴിയും. അങ്ങനെ അങ്ങ് നേരെയാവുമെന്നാണ്. അതുവരെ അമ്പലത്തിൻ്റെ അടുത്തേക്കേ വന്നിട്ടുണ്ടാവില്ല, ഭാഗവതവും നാരായണിയൊന്നും കേട്ടിട്ടേ ഉണ്ടാവില്ല. അന്നും വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സാധാരണ വഴിക്ക് പോകാൻ നോക്കിയപ്പോഴാണ് അവിടെ റോഡ് പണി ആയതുകൊണ്ട് ബ്ലോക്കാണ്. പിന്നെ ഒരു നിവൃത്തിയില്ല, അമ്പലത്തിൻ്റെ അടുത്തുകൂടെയുള്ള വഴിയിലൂടെ പോകാൻ പറ്റുമോ. അങ്ങനെ ഇതിലൂടെ പോകുന്ന സമയത്താണ് അവിടെ എന്തോ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഇയാൾ പോകുന്ന സമയത്ത് വണ്ടി അവിടെ നിന്നു. 10 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു. ഇതിപ്പം മൈക്ക് അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കേട്ടപ്പോഴോ ഒരു രസം തോന്നി. അപ്പോൾ വണ്ടി അവിടെ സൈഡാക്കി നിർത്തി ഇവിടെ വന്നിരുന്നു.
ഇത് പുണ്യം പാകപ്പെടല. എന്നിട്ട് ആകർഷിക്കപ്പെടും, സംശയമില്ല. ചിദാംബരി സ്വാമിജി പറയുന്ന ഒരു കഥല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്വാമിജിയുടെ സംശയ നിവാരണം നടന്നുകൊണ്ടിരിക്കെ കള്ളു കുടിക്കാൻ പാടുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു, മദ്യം കുടിക്കാൻ പാടുണ്ടോയെന്ന്. അപ്പോൾ സ്വാമിജിയുടെ സംശയ നിവാരണത്തിൻ്റെ രീതി അറിയുന്നവർക്കറിയാം, ചോദ്യത്തിൽ നിന്നുകൊണ്ട് രസകരമായ ഉത്തരം പറയുക ചെയ്യാം. അപ്പോൾ സ്വാമിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മദ്യം കുടിക്കാൻ പാടുണ്ടോ? മദ്യം കുടിക്കാം. ഇനി പറയാൻ വേറെ ഉണ്ട്, ഇത് കുടിക്കാനുള്ളതാണ്, അല്ലാതെ കുഴമ്പ് പോലെ തേക്കാനുള്ളതൊന്നും അല്ലല്ലോ മദ്യം. അതാണ് സ്വാമിജി ഉദ്ദേശിച്ചത്. എന്നിട്ട് ഉത്തരത്തിലേക്ക് വരികയാണ്. അപ്പം മദ്യം കുടിക്കാൻ പാടുണ്ടോ? അപ്പം ചോദ്യം വായിക്കുന്നു, ഉത്തരം പറയുന്നയാൾ മദ്യം കുടിക്കാം. ഇതപ്പുറത്ത്, ആ മതിലിൻ്റെ അപ്പുറത്തൂടെ റോഡിലൂടെ പോകുന്ന 2 കള്ളുടിയന്മാർ കേട്ടു എന്നാണ്. കേട്ടിട്ടുണ്ടാവും ഈ കഥ. അവരങ്ങനെ പകുതി ബോധത്തിലാണ് പോകുന്നത്, 2 ആളും കൂടി കൈയൊക്കെ പിടിച്ച് ആടി പോകുമ്പോഴാണ് ഈ മൈക്കിലൂടെ കേൾക്കുന്നത്, ഒരു സ്വാമി മദ്യം കുടിക്കാം. ഇതുവരെ കേട്ടിട്ടില്ല ഒരു സ്വാമി ഇത് പറയുന്നത്. ഇയാളാണ് സ്വാമി, അവർ പരസ്പരം പറഞ്ഞു എന്നാണ്. എന്നിട്ട് 2 പേരും കൂടി സ്വാമിജിയുടെ മുന്നിൽ അവിടെ വന്നിരുന്നു. ആ പ്രഭാഷണം മുഴുവൻ കേട്ടു. 5-6 കൊല്ലം കഴിഞ്ഞു അവർ എണീറ്റ് പോവുകയും ചെയ്തു. 5-6 കൊല്ലത്തിന് ശേഷം ഒരാൾ ആശ്രമത്തിലേക്ക് വന്നു, വെളുത്ത വസ്ത്രം ഒക്കെ ധരിച്ചിട്ട്. സ്വാമിജിയെ തൊഴുത് നമസ്കരിച്ചിട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ന് സ്വാമിജിയുടെ മുന്നിൽ വന്നിരുന്നിരുന്ന 2 കള്ളുടിയന്മാരെ ഓർമ്മല്ലേ, അതിലൊന്നാണ് ഞാൻ. അന്നത്തെ ആ പ്രഭാഷണം എന്നെ സ്വാധീനിച്ചു, വല്ലാതെ സ്വാധീനിച്ചു. പകുതി ബോധത്തിലാണെങ്കിൽ പോലും വല്ലാത്ത ഇഷ്ടം തോന്നി. അപ്പോൾ ഈ സ്വാമി എവിടെ വരുന്നു അവിടെയൊക്കെ പോകണം തോന്നി. എന്നിട്ട് മലപ്പുറം, ഞാൻ സ്ഥലവും പറഞ്ഞു പോയി, സാരമില്ല. എന്തായാലും മലപ്പുറം ജില്ലയിലും സ്വാമിജി വന്നയിടത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഏറ്റവും പിറകിൽ നിൽക്കും, മുന്നിലേക്ക് വരാൻ പേടിച്ചിട്ട്. മാത്രമല്ല, സ്വാമിജിയെ കാണാൻ മുന്നിലേക്ക് വരുമ്പോൾ ഈ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ടേ വരൂ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഉറപ്പാണ്, ഗ്ലാസ്സിൽ ഒഴിച്ച് ഇവിടത്തെ വരെ എത്തിച്ചാലും ഞാൻ കുടിക്കില്ല. ഇതിന് കാരണമായത് ഒരൊറ്റ വാചകം, ഇത് മദ്യം കുടിക്കാം. അവിടുന്ന് നേരെ അങ്ങോട്ട് പോയിരുന്ന ഇവർ ഇങ്ങോട്ട് കയറാൻ. അപ്പം എന്താ ഉണ്ടായത് അവിടെ? ഇയാളുടെ പുണ്യം അയാളുടെ വഴി ഇങ്ങ് തിരിച്ചതാ. അതാണ്. അപ്പോൾ ഇവിടെ മധുരാ സ്ത്രീകളുടെ പുണ്യം ഭഗവാനെ, വേണമെങ്കിൽ ഭഗവാൻ ആ താമസിക്കുന്നിടത്ത് താമസിച്ച് പിന്നെ നേരെ പിറ്റേന്ന് കോലിയാബിയുടെ അമ്മാവൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങ് പോയാൽ മതി. ഈ മധുരാപുരിയിലൂടെ പോകണ്ട. അപ്പം മധുരാപുരിയിലേക്ക് ഭഗവാൻ ഇറങ്ങാൻ കാരണം ഭക്തകളായ കുറേ സ്ത്രീകൾ എത്രയോ കാലം ആയി തന്നെപ്പറ്റി കേട്ട് കൃഷ്ണൻ ഈശ്വരനാണെന്നറിഞ്ഞ് കാണാനായി മോഹിച്ച് കൊതിച്ച് നിൽക്കുന്നുണ്ട്. അവരത് പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഇത് ഭഗവാന് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും പുറമേക്ക് വല്ലാതെ പ്രകടിപ്പിക്കും, ഉള്ളിൽ വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അതും ഭഗവാന് മനസ്സിലാവും അല്ലേ? ഉള്ളിൽ ഭഗവാനെ കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. പുറമേയൊക്കെ എനിക്ക് മാസം ഗുരുവായൂർ പോയില്ലേ ശരിയാവില്ല, വല്ലാത്ത വിഷമാണെന്നൊക്കെ കേമായിട്ടൊക്കെ പറയും. ഇവരങ്ങനെയല്ല. ഇവർ പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ട്. ഇതിന് നേരെ ആ യജ്ഞപത്നി ഉദ്ധരണം ലീലയിൽ ആ ബ്രാഹ്മണ സ്ത്രീകൾ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ആ ബ്രാഹ്മണരെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് വിവേകമുണ്ടായെങ്കിലും കൃഷ്ണൻ തൊട്ടേ അടുത്തുണ്ട്, എന്നിട്ടും കംസനെ പേടിച്ചിട്ട് അവർ പോയില്ല. കംസനെ ചിലപ്പോൾ ഉള്ളിൽ കാണണം എന്ന് ആഗ്രഹമില്ല. അപ്പോൾ ഇവിടെ ഉള്ളിൽ കാണണം എന്ന് അത്രയും ആഗ്രഹമുണ്ട്. പക്ഷെ കംസനെ പേടിച്ചതുകൊണ്ട്, കംസൻ്റെ അടുത്താണ്, കംസൻ്റെ മധുരയിലാണ് എന്നതുകൊണ്ട് അത് പുറത്തേക്ക് കാണിക്കാതെ നിൽക്കുകയാണ്. അവരുടെ മനസ്സ്, ആ ഭക്തകളുടെ മനസ്സ് ഭഗവാൻ കണ്ടു. എന്നിട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കാനായി മധുരാപുരിയിലേക്ക് ഇറങ്ങി എന്നാണ്. ആ മധുരാപുരിയിലെ പ്രധാന വഴിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പം ചുറ്റിനും ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിഗംഭീരമായ സ്വീകരണം. അവിടേക്ക് ആ മധുരാപുരിയിലെ മധുരാ സ്ത്രീകൾ വന്നെത്തി. അവരെ വർണ്ണിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. ത്വത്പാദദ്യുതിവൽ സരാഗസുഭഗാഹം ത്വന്മൂർത്തിവൽ യോഷിത സംപ്രാപ്ത വിലസൽപയോധരരുച ലോലാ ഭവദൃഷ്ടിവൽ ഹാരിണ്യ ഉരസ്ഥലവത് അയിതേ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യോല്ലസിതാ കചൗഘരുചിവൽ രാജൽ കലാപാശ്രിതാ. ഭഗവാനെ, ത്വത്പാദദ്യുതിവൽ സരാഗസുഭഗാഹ, അങ്ങയുടെ പാദത്തിൻ്റെ ശോഭ പോലെ സരാഗസുഭകളും. ഈ രാഗശബ്ദത്തിന് അനുരാഗം എന്നർത്ഥമുണ്ട്, ചെമപ്പ് എന്നർത്ഥമുണ്ട്.
അപ്പോൾ അങ്ങയുടെ പാദത്തിൻ്റെ ശോഭ പോലെ ആ ചമന്ന ശരീരത്തോടു കൂടിയവരും അങ്ങയിൽ രാഗമുള്ളവരും അങ്ങയിൽ അനുരാഗമുള്ളവരും സുഭഗകളാണ്. സുഭഗകൾ എന്ന് വെച്ചാൽ സുന്ദരികൾ എന്നർത്ഥമുണ്ട്, സൗഭാഗ്യവതികൾ എന്നർത്ഥമുണ്ട്. ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഭാഗ്യം വേണം. അതാണ് ഭഗവാൻ ഗോപസ്ത്രീകളെ രാസക്രീഡാ സന്ദർഭത്തിലേക്ക് വന്നു ചേർന്ന ഗോപസ്ത്രീകളെ എന്താ വിളിച്ചത്? മഹാഭാഗ എന്നാണ് വിളിച്ചത്. മഹാഭാഗ്യം ചെയ്തവരേ എന്നാണ്. കാരണം ഭഗവാനെ കാണാനോ ഭഗവാന്റെ കൂടെ നിൽക്കാനോ മാത്രമല്ല, ഭഗവാനോടുകൂടി രാസക്രീഡയാടാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ ഗോപസ്ത്രീകളെ. അവരെ മഹാഭാഗ്യം ചെയ്തവരെ എന്നല്ലാതെ എന്താ വിളിക്കുക? അപ്പം ഇവിടെയോ, ഇവിടെ ഇവർ സുഭഗകളാണ്, സുന്ദരികളുമാണ്. ഭഗവാനിൽ ഭക്തിയുണ്ടായി കംസൻ്റെ അടുത്തുള്ളവരായിട്ട് പോലും ഭാഗ്യം വേണ്ടേ? ആലോചിച്ച് നോക്കൂ. തീർത്തും പ്രതികൂല സാഹചര്യത്തിലും ഭഗവാനിൽ ഭക്തി ഒരാൾക്കുണ്ടായി എങ്കിൽ ഭാഗ്യം ഉള്ളയാളാണ് അയാൾ, മഹാഭാഗ്യമുള്ളയാളാണ്, സംശയമില്ല. അതുകൊണ്ടുകൂടിയാണ് ഭട്ടതിരിപ്പാട് അവരെ സുഭഗകൾ എന്ന് വിശേഷിപ്പിച്ചത്. തൊന്മൂർത്തിവൽ യോഷിത സംപ്രാപ്ത വിരസൽ പയോധരരുച ലോലാ ഭവൽ ദൃഷ്ടിവൽ. അങ്ങയുടെ ശരീരം പോലെ സുന്ദരികളും അങ്ങയുടെ ദൃഷ്ടി പോലെ ലോലകളും ഹാരിണ്യ, അങ്ങയുടെ മാറിടം പോലെ ഹാരിണികളും, ഹാരം മാല. അപ്പം അങ്ങയുടെ മാറിടത്തിൽ മാലകൾ, വനമാല തുടങ്ങിയ മാലകളില്ലേ, അതേപോലെ മാലകൾ ധരിച്ചവരും, പിന്നെ മനോഹാരിണികളും, അങ്ങനെയും പറയാം ഹാരിണി ശബ്ദത്തിന്, വളരെ മനോഹാരിണികളും ആയ അങ്ങയുടെ മന്ദസ്മിതം പോലെ നിർമ്മലകളും ആയിട്ടുള്ള ആ മധുരാ സ്ത്രീകൾ ഭഗവാനെ കാണാനും വന്ദിക്കാനുമായിട്ട് അവിടെ തടിച്ചുകൂടി എന്നാണ്. അവരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവർ നൽകുന്ന ഉപഹാരങ്ങളൊക്കെ വാങ്ങി അവർ മാലയൊക്കെ കെട്ടി ഭഗവാൻ എറിഞ്ഞു കൊടുക്കും. അത് കൃത്യമായി കണ്ണൻ്റെ കഴുത്തിൽ ചെന്ന് വീഴുന്നതാണ്. അത് കഴുത്തിൽ നിന്ന് എടുത്ത് അവർക്ക് തന്നെ എറിഞ്ഞു കൊടുക്കും. അവർ നൽകുന്ന പുഷ്പങ്ങൾ ഏറ്റുവാങ്ങും. ഇങ്ങനെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് വ്യാലോലേഷു ജനേഷു തത്ര രചകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ. അപ്പം ചുറ്റിനും വലിയ തിരക്കാണ്. നേരെ ആ പ്രധാന വഴിയിലൂടെയാണ് ഭഗവാനും ബലരാമനും കൂട്ടുകാരും മുന്നോട്ട് പോകുന്നത്. രണ്ട് ഭാഗത്തേക്ക് മാറി നടക്കാൻ വഴിയില്ല, അത്രയും ആൾ തടിച്ചു കൂടിയിരിക്കുക. അപ്പം അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലോക്കാവും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു, നേർക്ക് നേരെ ബ്ലോക്കായി. ആരാ വന്നത്? കഞ്ചിൽ എന്താണ് രചകം, ഒരു രചകൻ, ഒരു വെളുത്തേടൻ, ഒരു വസ്ത്രത്തിന് നിറം കൊടുക്കുന്നയാൾ നമുക്ക് പറയാം. ഈ രചകൻ ത്രേതായുഗത്തിൽ സീതയെ പറ്റിയും അപവാദം പറഞ്ഞ ആളാണെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അന്ന് അയാൾ അനുഗ്രഹിക്കാൻ ഭഗവാന് പറ്റിയില്ല എന്നാണ്. അനുഗ്രഹിക്കുക അന്ന് അയാൾ അപവാദം പറഞ്ഞുകൊണ്ടല്ലേ ഭഗവാന്റെ അവതാര കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചത്. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ്. അതാണ് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം തന്നെ. എന്താ? ആനന്ദൻ അവതാര കാര്യഘടനാത്. ഈ അവതാര കാര്യങ്ങൾ നടക്കാനാണ് ഭഗവാൻ ഇതിനൊക്കെ ഘടിപ്പിച്ച് കൊണ്ടുപോകുന്നതേ. അവതാര കാര്യം എന്താ? ധർമ്മ സംസ്ഥാപനമാണ്. അതുവഴി ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തലാണ്. അതിനു വേണ്ടിയാണ് ഓരോന്നോരോന്ന് ഈ ലീലകളൊക്കെ അതിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അന്ന് സീതയെപ്പറ്റിയും അപവാദം പറഞ്ഞതുകൊണ്ടാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം സാധിച്ചത്. സീതയെപ്പറ്റി അപവാദം പറഞ്ഞതുകൊണ്ട് ശ്രീരാമനെ സാധിച്ച അവതാര ഉദ്ദേശം എന്താ സാധിച്ചത്? സീതയെ ഉപേക്ഷിച്ചു. അവതാരത്തിൻ്റെ ഉദ്ദേശം സീതയെ ഉപേക്ഷിക്കൽ അല്ല. പിന്നെയോ ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശം എന്താണ്? എങ്ങനെയാണ് മർത്യാവതാരസ്തു ഇഹ മർത്യശിക്ഷണം. ഭഗവാന്റെ മനുഷ്യാവതാരം മനുഷ്യൻ എങ്ങനെ ഇവിടെ ജീവിക്കണം എന്ന് കാണിക്കാം, ധർമാചരണം എങ്ങനെ എന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ സമൂഹധർമ്മമാണ് വ്യക്തിധർമ്മത്തെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. വൈയക്തിക ധർമ്മങ്ങളെ അല്ലെങ്കിൽ വ്യക്തിയെ സമൂഹത്തിന് വേണ്ടി ത്യജിക്കണം. ഒരു രാജാവ് വ്യക്തിസുഖങ്ങളെ രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഉപേക്ഷിക്കണം എന്നുള്ള സന്ദേശം ലോകത്തിന് തന്നിലൂടെ കൊടുക്കാൻ ഭഗവാന് സാധിച്ചത് ഈ രചകൻ അപവാദം പറഞ്ഞതുകൊണ്ടാണല്ലോ.
അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭഗവാന്റെ അന്നത്തെ അവതാര ഉദ്ദേശം സാധിക്കുന്നതിന് ഇയാൾ സഹായിച്ചു എന്ന് പറയാം. അപ്പോൾ ആ സഹായിച്ചതിന് ഇയാളെ അനുഗ്രഹിക്കണ്ടേ? ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എങ്ങനെയോ അങ്ങോട്ട് അങ്ങനെയാണ്, ഒക്കെ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ രീതി ഇങ്ങോട്ട് എങ്ങനെയോ അങ്ങോട്ട് അങ്ങനെയെന്നാണ്. അതാണ് മുല കുടിച്ച് കൊല്ലാൻ വന്നവളെ മുല കൊടുത്ത് കൊല്ലാൻ വന്നവളെ മുല കുടിച്ച് കൊന്നത്. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൊന്നൂടെ? യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. കൃഷ്ണൻ്റെ പോളിസി അതാ, ഇങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട് അങ്ങനെ. അതാണ് മഹാഭാരത യുദ്ധത്തിൽ കൗരവർ ഫൗള് തുടങ്ങിയപ്പോൾ അതിലും വലിയ ഫൗള് കൃഷ്ണൻ തുടങ്ങിയത്. കൗരവരാണ് ആദ്യം നിയമമൊക്കെ തെറ്റിച്ച് തുടങ്ങിയത്. അപ്പോഴോ അതിലും വലിയ കള്ളക്കളി കൃഷ്ണൻ അങ്ങോട്ടും കളിച്ചു എന്നർത്ഥം. അതാണ് കൃഷ്ണൻ. ത്രേതായുഗത്തിലെ ശ്രീരാമനിൽ നിന്നും ദ്വാപരയുഗത്തിലെ കൃഷ്ണനിലേക്ക് കുറേ ദൂരമുണ്ട്, കാലത്തിൻ്റെ വലിയൊരകലമുണ്ട്. അന്ന് ത്രേതായുഗത്തിൽ ഈ മാതൃകാ ധർമ്മസ്വരൂപനായി നിൽപ്പ് നടക്കും. ദ്വാപരയുഗത്തിൽ നടക്കില്ല. കാലം മാറി, ആൾക്കാരുടെ സ്വഭാവം മാറി. അപ്പോൾ അവിടെ കൃഷ്ണൻ വേണം. അപ്പോൾ ഇവിടെ ഭഗവാൻ ഈ രചകനെ അനുഗ്രഹിക്കുകയാണ്. എന്താ ഉണ്ടായത് അവിടെ? ഈ രചകൻ അടുത്ത് വന്നപ്പോൾ ഇയാളുടെ കൂടെ കുറേ കഴുതകളുണ്ട്. ഈ കഴുതകളുടെയൊക്കെ പുറത്ത് ഭാണ്ഡക്കെട്ടുകളുണ്ട്. ആ ഭാണ്ഡക്കെട്ടുകളിൽ ഇങ്ങനെ കാണാം പട്ടുതുണികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഭഗവാൻ വളരെ വിനയത്തോടു കൂടിയിട്ട്, കൃഷ്ണൻ വളരെ വിനയത്തോടു കൂടി അവനോട് ചോദിച്ചു എന്നാണ്, എൻ്റെ ഭാണ്ഡക്കെട്ടുകളിലൊക്കെ പട്ടുതുണികളാണല്ലോ, ഒരു പട്ടുതുണി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. വളരെ ഈ കുട്ടികളാണേ, 10-11 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ഈ മനോഹരമായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒരു കൗതുകം ഉണ്ടാവില്ലേ കുട്ടികൾക്ക്? വേണം തോന്നില്ലേ? അങ്ങനെ ഒരു കൗതുകത്തോടു കൂടി ചോദിച്ചതാണ് കൃഷ്ണൻ. പക്ഷെ ഇവൻ കംസൻ്റെ ആളാണ്. ഇവനെയും കൃഷ്ണൻ ഈ സ്വീകരണം കിട്ടുന്നതൊന്നും സഹിക്കുന്നില്ല. കംസൻ്റെ അന്തകനാണ് കൃഷ്ണൻ, അത് ഇവനറിയാം. ഇപ്പം തൻ്റെ രാജാവിൻ്റെ ശത്രു, രാജ്യദ്രോഹി ഇവൻ്റെ ദൃഷ്ടിയിൽ. ആ രാജ്യദ്രോഹിയാണ് നാട്ടുകാരൊക്കെ ഗംഭീരമായിട്ട് മാലിട്ട് സ്വീകരിക്കുന്നതും നാമം ജീവിക്കുകയൊക്കെ ചെയ്യുന്നതേ. അതന്നെ ഇഷ്ടമായിട്ടില്ല, എന്തൊക്കെയോ മുറുമുറുത്തും കൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് കൃഷ്ണൻ ചോദിക്കുന്നത് പട്ടുതുണി തരുമോ എന്ന്. ആ ദേഷ്യം മുഴുവൻ അങ്ങ് വാക്കുകളിലൂടെ അങ്ങ് പ്രകടിപ്പിച്ചു എന്നാണ്. പട്ടുതുണിയോ? നിങ്ങൾക്കോ? കാട്ടിലും മേട്ടിലും കന്നാലികളെയും മേച്ച് നടക്കുന്ന നിങ്ങൾക്ക് പട്ടുതുണി ഉടുക്കേ? ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബധ്നന്തി ഗ്രന്ഥി ലുംബന്തി എന്നാണ്, പിടിച്ച് കെട്ടി അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. തരില്ല എന്ന് വെച്ചാൽ മര്യാദയ്ക്കത് പറഞ്ഞാൽ പോരെ, എങ്ങനെയൊക്കെ പറയണം. അത്ര വിനയത്തോടു കൂടി അങ്ങോട്ട് ചോദിച്ചത് ഒട്ടും ഇഷ്ടമായില്ല ഭഗവാൻ. അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു, കൈ തിരുമ്മിയും കൊണ്ടാണ് ചെന്നത്. എന്നിട്ട് പറഞ്ഞു, നീ കംസൻ്റെ ആളായിരിക്കും, കംസൻ പറയേണ്ടി വരും നിനക്ക് എന്തും ചെയ്യാൻ. എന്നാൽ ഞങ്ങൾക്ക് തീരുമാനിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്, സാങ്ഷനിങ് അതോറിറ്റി ഞങ്ങൾ തന്നെയാണ് എന്നും പറയലും ഭഗവാന്റെ കൈയൊന്ന് ഉയർന്ന് താഴ്ന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. പടക്കം പൊട്ടുന്നൊരു ശബ്ദവും ഒറ്റ അടിയും കൊണ്ട് കൊടുത്തു എന്നാണ്. നമ്മൾ ഈ മലയാളത്തിൽ കരണക്കുറ്റി എന്ന് പറയില്ലേ, ഏകദേശം ഈ ചെവിയും മുഖം കൂടിയും ചേർന്ന് ഈ ഒരു ഭാഗം അവിടെ അടി കൊടുത്തത്. തെറിച്ചങ്ങ് പോയി. പണ്ടത്തെ സോഡ കുപ്പിയൊക്കെ അടപ്പങ്ങ് തെറിച്ചു പോയില്ലേ പൊട്ടിക്കുന്ന സമയത്ത്, ഇതേപോലെ തല തെറിച്ചങ്ങ് പോയി. ഈ മത്താപ്പൂവൊക്കെ കത്തിക്കുമ്പോൾ അങ്ങനെ മുകളിലേക്ക് കത്തുന്നത് പോലെ ചോര അങ്ങനെ മുകളിലേക്ക് ചീറ്റി തെറിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടൽ അവിടെ വീഴും ചെയ്തു. ഇത് കണ്ട് ഇവൻ്റെ കൂട്ടക്കാരൊക്കെ പേടിച്ച് 4 ഭാഗത്തേക്കും ഓടിപ്പോയി. ആ ഭാണ്ഡക്കെട്ടൊക്കെ തുറന്ന് ഭഗവാൻ പട്ടുതുണികളൊക്കെ എടുത്ത് അവിടെ എല്ലാവർക്കും സദ്യസ്തസ്യ കരേണ ശീർഷമഹൃദാഹം സോപ്യാപ പുണ്യാം ഗതിം. നോക്കണേ, ആ രചകനും എന്ത് കിട്ടി? പുണ്യമായ ഗതി ലഭിച്ചു, സദ്ഗതി ലഭിച്ചു എന്നാണ്. അതെന്താ? കൃഷ്ണൻ എങ്ങനെ ചീത്ത വിളിച്ച രചകനും ഭഗവാൻ സദ്ഗതി കൊടുത്തു. അവനും പുണ്യം ഉണ്ട്. പുണ്യമുള്ളതുകൊണ്ടാണ് കൃഷ്ണൻ്റെ മുന്നിലെത്താൻ സാധിച്ചതെന്ന്. ഏത് ഭാവം ആയിക്കോട്ടെ, കൃഷ്ണൻ്റെ മുന്നിലേക്ക് ഭാണ്ഡക്കെട്ടും കൊണ്ട് വരാൻ കഴിഞ്ഞോ? ഭഗവാന്റെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞോ? ഭഗവാന്റെ തൃക്കയ്യ് ഇവിടെ കരണക്കുറ്റിയിൽ പതിഞ്ഞോ? പുണ്യമുള്ളതുകൊണ്ടല്ലേ? സാധിക്കില്ല, സംശയമില്ല. ആ പുണ്യത്തിൻ്റെ ഫലമായി ഈ രചകനും പുണ്യമായ ഗതി, സദ്ഗതി ലഭിച്ചു എന്നാണ്. അതിനുശേഷം ഈ പട്ടുതുണി എടുത്ത് അങ്ങ് മുന്നോട്ട് നടക്കുമ്പോൾ ഭൂയോവായ ഗമേഗമായ തമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം കോവേദ ജീവാത്മനാം മാലാഭിസ്തബഗൈ സ്തവേരഭി പുനർമാലാകൃതാമാനിത ഭക്തിം തേന വ്യതാം ദിദേശിധപരാം ലക്ഷ്മീം ജലക്ഷ്മീപദേ. ഈ പട്ട് തുണിയാണ്, പിന്നെ പട്ട് വസ്ത്രങ്ങളുമുണ്ട്. പക്ഷെ അത്
കംസൻ്റെ അളവാണ്. ഈ ലാർജൊന്നും പോരാ, എക്സ്ട്രാ ലാർജിൻ്റെ മുകളിലാണ്. കംസനല്ലേ മഹാഭീകരനാണ്. ആ ഷർട്ടൊന്നും ഉടുപ്പൊന്നും കൃഷ്ണന് പാകാവില്ല. അപ്പം കൃഷ്ണന് പാകാവുന്ന രീതിയിൽ ഉടുപ്പ് വേണ്ടേ? അങ്ങനെ നോക്കിയപ്പോഴാണ് തൊട്ടടുത്തൊരു തയ്യൽ കട. ആ തയ്യൽ കടയിലെ തയ്യൽക്കാരൻ പരമഭക്തനാണ്. ഭഗവാൻ അങ്ങോട്ട് ചെന്നോ ഇനി അദ്ദേഹം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയോ നിശ്ചയില്ല. വേഗം കയ്യിൽ നിന്നും ആ ഭാണ്ഡക്കെട്ടൊക്കെ കൊണ്ട് വാങ്ങി, എന്നിട്ട് 2 പേർക്കും കൃത്യം അളവെടുത്ത് നല്ല 2 ഉടുപ്പ് കൃഷ്ണനും രാമനും അങ്ങ് തയ്ച്ചു കൊടുത്തു എന്നാണ്. അപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്താ കൊടുത്തത്? ദോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം. സ്വപദം തന്നെ കൊടുത്തു എന്നാണ്. മുക്തി കൊടുത്തു. മുക്തി കൊടുത്തു എന്ന് വെച്ചാൽ അയാളെ തല്ലി കൊന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ ഈ മുക്തി കൃഷ്ണൻ്റെ കഥയും കേൾക്കുമ്പോൾ ഒക്കെ ഈ കൊന്നിട്ടുള്ള മുക്തി മാത്രമാണ് കൃഷ്ണൻ കൊടുത്തതെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. മുക്തി എന്ന് വെച്ചാൽ എന്തേ വേണ്ടോ? ശരീരത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ടാൽ മതി, നാം മുക്തനായി. ഈ ശരീരവും പ്രപഞ്ചവുമായി ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് മുഴുവൻ. അപ്പം സ്വപദം, സർവവും താനാണെന്നുള്ള ആ അറിവ് നിറഞ്ഞ് പ്രകാശിക്കുന്ന അവസ്ഥ ഭഗവാൻ അനുഗ്രഹിച്ചങ്ങ് കൊടുത്തു എന്നാണ്. എന്നിട്ട് പറയാണ്, പുണ്യാത്മാക്കളുടെ പുണ്യം, ജീവാത്മാക്കളുടെ പുണ്യം അതേത് തരത്തിലാണത് അനുഗ്രഹമായിട്ട് അവരിൽ കാണപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റുമോ എന്നാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു തയ്യൽ കടക്കാരനായിട്ട് നിൽക്കുക. ആ തയ്യൽക്കാരനാണ് ഭഗവാന്റെ പദം തന്നെ ലഭിച്ചത്. ശരി, പിന്നെന്തുണ്ടായി? നല്ല 2 പട്ടുവസ്ത്രവും കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഉടുപ്പായി, ഇനി നല്ല 2 മാലയും കൂടി കിട്ടിയാൽ സന്തോഷം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു മാലാകാരൻ്റെ കട ഉണ്ടെന്നാണ്. ഇദ്ദേഹം പരമഭക്തൻ. ആ പ്രധാന വഴിയിൽ നിന്നൊന്ന് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ കട. ഈ ആൾക്കാർ കൂടി തിരക്കായപ്പോൾ ഇദ്ദേഹത്തിന് കൃഷ്ണനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഭഗവാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, കെട്ടിവെച്ച മാല ഭഗവാന് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് പോകാൻ വയ്യ, കുറച്ച് പ്രായമൊക്കെ ഉണ്ടേ. അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴുണ്ട് അവിടെ എത്തിയപ്പോൾ ഭഗവാൻ ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞു എന്നാണ്. എന്നിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് അങ്ങ് കയറി ചെന്നു. ഞങ്ങൾക്ക് ഓരോ മാല തരുമെന്ന് ചോദിച്ചു. അവിടെ കെട്ടിവെച്ച ആ 2 ഉണ്ടമാലകൾ ഒന്ന് ഭഗവാന്റെ കഴുത്തിലും ഇട്ട് കൊടുത്തു, ഒന്ന് ബലരാമൻ്റെ കഴുത്തിലും ഇട്ട് കൊടുത്തു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, ഭഗവാനിൽ ഭക്തി എപ്പോഴും ഉണ്ടാവുക, അതെന്തായാലും ഉണ്ടാവും. അത് മാത്രം പോരാ, പിന്നെയോ ഭാഗവതം നോക്കിയാൽ കാണാം, ഇനി കൊടുക്കാനൊന്നുമില്ല. അങ്ങക്ക് യശസ് ഉണ്ടാവട്ടെ, അങ്ങക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, ആയുസ് ഉണ്ടാവട്ടെ, സമ്പത്ത് ഉണ്ടാവട്ടെ, ഒക്കെ അങ്ങനെ അനുഗ്രഹിച്ചു കൊടുത്തു എന്നാണ്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്താണ് കുബ്ജാം അബ്ജവിലോചനാം പതി പുനർദൃഷ്ട്വാംഗരാഗേതയാ ദത്തേ സാധു കിലാംഗരാഗമദദാഹ തസ്യാമഹാന്തം ഹൃദീം. എതിരെ ഒരു സ്ത്രീ വരുന്നത് കണ്ടു. അവൾ കുബ്ജയാണ്, ത്രിവക്രയാണ്. മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ മുക്കൂനി എന്നൊക്കെ പറയാം. 3 കൂനുള്ളവൾ, അതാണ് ത്രിവക്ര, 3 വളവുള്ളവളാണ്. നീ 3 വളവുണ്ടെങ്കിലും അബ്ജവിലോചനയാണ് കേട്ടോ. താമരപ്പൂവിൻ്റെ ദളം പോലെ ഉള്ള മിഴികളൊക്കെ ഉള്ളവൾ സുന്ദരിയാണ്. പക്ഷേ ശരീരത്തിൽ 3 വളവുണ്ട്. പിന്നെ മുഖത്ത് സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ലോകം സുന്ദരിയായിട്ട് കാണുമോ? ഇല്ല. ഈ കുബ്ജയുടെ ജോലി എന്താണ്? അംഗരാഗം കൊണ്ട കൊടുക്കുക. ആർക്ക്? ശരീരത്തിൽ പുരട്ടാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കംസന് കൊടുക്കലാണ് ഈ കുബ്ജയുടെ ജോലി. അങ്ങനെ അബ്ജവിലോചനയായ കുബ്ജയെ ഭഗവാൻ കണ്ടു. അവൾ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ അവളെ വിളിച്ചു എന്നാണ്. കസ്യ അങ്കനെ എന്നാണ് വിളിച്ചത്. ആ പാവം പിറകിലേക്ക് തിരിഞ്ഞു നോക്കി എന്നാണ്. തൻ്റെ പിറകിൽ ഏതോ സുന്ദരി ഉണ്ടായിട്ട് ആ സുന്ദരിയെ വിളിക്കുകയായിരിക്കും എന്ന് വെച്ചിട്ടേ, അല്ലാതെ തന്നെ സുന്ദരി എന്ന് വിളിക്കുക. ഇന്നേ വരെ ഒരാൾ അവളെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല. കള്ളു കുടിച്ച് ബോധമില്ലാതെങ്കിലും ഒരാൾ സുന്ദരി എന്ന് വിളിച്ചിട്ട് വേണം മരിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുക പാവേ. എല്ലാവരും അവളെ മുക്കൂനി ത്രിവക്രേ എന്നാണ് വിളിക്കുക, കൂനി എന്നാണ് വിളിക്കുക. അപ്പോൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, പിന്നോട്ട് നോക്കണ്ടെന്ന് എന്നെ തന്നെയാണ് വിളിച്ചത്. എന്താ സുന്ദരി നിൻ്റെ പേര്? എത്രയാവൾക്ക് സന്തോഷമായതെന്നറിയോ? ഭൂലോകസുന്ദരനായിട്ടുള്ള ഒരാളാണ് തന്നെ സുന്ദരി എന്ന് വിളിക്കുന്നതേ. ഭഗവാൻ അവിടെ സുന്ദരി എന്ന് വിളിച്ചത് ഈ പുറമെ ഉള്ള സൗന്ദര്യത്തെ കണ്ടിട്ടല്ല.
ഭഗവാൻ അവിടെ തന്നെ പറയുന്നുണ്ട്, ചിത്തസ്ഥാം ഋജുതാം അധ പ്രഥയിതും ഗാത്രേപി തസ്യാസ്ഫുടം. ചിത്തസ്ഥാം ഋജുതാം, അവളുടെ ചിത്തസ്ഥയായ ഋജുതയെ ഭഗവാൻ കണ്ടു എന്നാണ്. ഋജു എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കണക്ക് പഠിക്കുന്ന സമയത്ത് ഋജുരേഖ എന്ന് കേട്ടിട്ടില്ലേ? നീണ്ട രേഖ, വളവില്ലാത്ത രേഖ. ഋജുത എന്ന് വെച്ചാൽ ആ വളവില്ലാത്ത അവസ്ഥ, നേരെ. അപ്പം ചിത്തസ്ഥയായ ഋജുത, അവളുടെ ഉള്ളിൽ വളവില്ല, പുറമേ വളവുള്ളൂ. അപ്പം ആ ഉള്ളു നേരെയാണ്, ഉള്ളു ഭംഗിയുള്ളതാണ്. ആ ഭംഗി കണ്ടിട്ടാണ് ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചത്. ഭഗവാൻ ആ ഭംഗിയാണ് കാണുക എന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഈ പുറമേ കുറേ തേച്ചതുകൊണ്ടും പുരട്ടിയതുകൊണ്ടും വെളുത്തത് കറുപ്പിച്ചതുകൊണ്ടും കറുത്തത് വെളുപ്പിച്ചതുകൊണ്ടൊന്നും ഭഗവാന്റെ മുന്നിൽ സുന്ദരിയും സുന്ദരനും ആവില്ല. ഭഗവാന്റെ മുന്നിൽ സുന്ദരിയും സുന്ദരനാവാൻ ഉള്ളു നന്നാക്കി വയ്ക്കുക. അപ്പോൾ ഭഗവാൻ എല്ലാം നന്നാക്കിക്കോളും. അപ്പം ഭഗവാൻ അവളെ കണ്ടപ്പോൾ സുന്ദരി എന്ന് വിളിച്ചു. സന്തോഷമായി. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഓരോ കുറി തൊടിയിച്ച് തരുമെന്ന് ചോദിച്ചു. ഒന്ന് കുനിഞ്ഞ് നിന്ന് തരാൻ പറഞ്ഞു. കണ്ണൻ കുനിഞ്ഞ് നിന്ന് കൊടുത്തപ്പോൾ കണ്ണന് നല്ല ഗോപിക്കുറി, മഞ്ഞ നിറത്തിൽ ഗോപിക്കുറി അങ്ങ് ചാർത്തി കൊടുത്തു. ഇതേപോലെ ബലരാമനും ചാർത്തി കൊടുത്തു. ഒന്നും കൂടി ഉറപ്പായി, അവളുടെ ഉള്ളിൽ വളവില്ല, പുറമേ ഉള്ളു വളവ്. ആ പുറമേ ഇങ്ങനെ വളഞ്ഞും ഉള്ളു നന്നായും കൊണ്ടും വയ്യല്ലോ. ഒക്കെ അങ്ങോട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചു. അടുത്തേക്ക് അങ്ങ് ചെന്നു. പദ്ഭ്യാം ആക്രമ്യ പ്രഭതേ ദ്യങ്കൊല്യുത്താനപാണിന, ആ കാല് ചവിട്ടി പിടിച്ചു. എന്നിട്ട് ഈ മൈക്കൊക്കെ അങ്ങോട്ട് ഉയർത്തില്ലേ, അതേപോലെ നടു പിടിച്ച് ഒന്നങ്ങോട്ട് നിവർത്തിയെന്നാണ്. ഈ നേരെ അങ്ങോട്ട് നിന്നോ, 3 കൂനും എവിടെയോ പോയി എന്നാണ്. അതിസുന്ദരിയായി ഗൃഹൻ മഞ്ജുകരേണ താമുദനയൻ സ്ഥാവൽ ജഗൽ സുന്ദരിം, അവൾ ജഗൽ സുന്ദരിയായി എന്നാണ്. എന്തുകൊണ്ട്? ചിത്തസ്ഥാം ഋജുതാം, ഉള്ളിൽ ഋജുത ഉള്ളതോ കൊണ്ട്, ഉള്ളിൽ വളവില്ലാത്തതുകൊണ്ട് ജഗൽ സുന്ദരിയായി. ഇന്നിപ്പോൾ നമ്മൾ മിസ് വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതന്നെയായി ജഗൽ സുന്ദരി എന്ന് വെച്ചാൽ. ഇന്നത്തെ മിസ് വേൾഡൊക്കെ അട്ടിക്കെട്ടി മുഖത്തിട്ടിട്ടും ഒക്കെയാണ് സുന്ദരിയാവുന്നതെങ്കിൽ അന്ന് അവൾ സുന്ദരിയായത് ഉള്ളിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്. ആ സൗന്ദര്യമാണ് നിരന്തരം നിലനിൽക്കുക. മറ്റേത് നിലനിൽക്കുക, എത്ര കറുപ്പിച്ചാലും വെളുത്തത് കുറച്ച് കഴിഞ്ഞാൽ വെളുപ്പും കറുപ്പും അല്ലാത്ത വേറെ ഒന്നാവും. ഇത്രയേ ഉള്ളൂ. കണ്ടിട്ടില്ലേ പല ആൾക്കാരുടെ തലയും കറുപ്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ കറുപ്പുമല്ല വെളുപ്പുമല്ല മഞ്ഞയല്ല, അങ്ങനെയൊക്കെ ആവുകയുള്ളൂ. ഉള്ള് നേരെയാക്കി വെച്ചാൽ ആ സൗന്ദര്യം എന്നും നിൽക്കുന്നർത്ഥം. ശരി, അപ്പോൾ അവളെ നേരെയാക്കി ഭഗവാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ആരോ ഉത്തരീയത്തിൽ പിടിച്ചിങ്ങനെ പിറകിലേക്ക് വലിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഉത്തരീയം എന്ന് വെച്ചാൽ ഈ വേഷ്ടി പിടിച്ചിങ്ങനെ വലിക്കുന്നത് നോക്കിയ സമയത്ത് നേരത്തെ താൻ നിവർത്തി കൊടുത്ത പെണ്ണാണ്. ഞാനും വരുന്നുണ്ട് കൂടെ എന്ന് പറഞ്ഞു എന്നാണ്. ഇതിങ്ങനെ കൂടെ കൂടുന്ന ഭഗവാൻ വിചാരിച്ചോ സംശയം. നിവർത്തി കൊടുത്തപ്പോഴേ കൂടെ കൂടിയാലും അപകടമല്ലേ. ബലരാമൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാണ്. ബലരാമൻ വേഗം മുഖം തിരിച്ചു എന്നാണ്. ആരും പറഞ്ഞില്ല, അവനവൻ ആവശ്യമുള്ളത് ചെയ്താൽ മതി. ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉള്ളതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ വളഞ്ഞതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഭഗവാൻ അവളോട് പറഞ്ഞു, ഞാൻ വരാം, ഇപ്പോഴല്ല, ഇപ്പോൾ ഒരു തല്ലുംപിടിക്ക് പോവുകയാണ്, അപ്പോൾ നീയും കൂടി കൂടണ്ടായ ബുദ്ധിമുട്ടാണ്, വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അയച്ചു എന്നാണ്. അവിടെ ഭട്ടതിരിപ്പാട് മനോഹരമായിട്ട് പറഞ്ഞു, ദത്തയെ സാധു കിലാംഗരാഗമദദാഹം, അവളിൽ നിന്നും അംഗരാഗം വാങ്ങി ഭഗവാൻ അംഗരാഗം തന്നെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു എന്നാണ്. മനോഹരമായ പ്രയോഗമാണ്. അവളിൽ നിന്ന് ഭഗവാൻ വാങ്ങിയതെന്താണ്? അംഗരാഗം എന്ന് വെച്ചാൽ കുറിക്കൂട്ട്. അവൾക്ക് കൊടുത്തതെന്താണ്? അംഗരാഗം, തൻ്റെ അംഗത്തിലുള്ള രാഗം, തൻ്റെ ശരീരത്തിലുള്ള രാഗം, ഭഗവാനിലുള്ള രാഗം. ആ ശരീരത്തിലുള്ള രാഗം എന്നുള്ളതെന്ന് അടിവരടണം കേട്ടോ. കാരണം ഭാഗവതത്തിൽ ഭഗവാൻ അവളുടെ അരികെ ചെല്ലുമ്പോൾ അവൾ ഈ ശരീരസുഖമാണ് ആവശ്യപ്പെടുന്നത്. അംഗരാഗം തന്നെയാണ് അവൾക്കുണ്ടായത്. അതിൽ ദുർഭഗ എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി അവളെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വെച്ചാൽ മുകുന്ദനെ മുന്നിൽ കിട്ടിയിട്ടും മുക്തി നൽകാൻ കഴിവുള്ള ആളെ മുന്നിൽ കിട്ടിയിട്ടും നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശരീരസുഖമാണല്ലോ അവൾക്ക് ചോദിക്കാൻ തോന്നിയത് എന്നതുകൊണ്ട് ദുർഭഗ എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അംഗരാഗം വാങ്ങി അംഗരാഗം ഭഗവാൻ നൽകി എന്നർത്ഥം. അതിനുശേഷമോ താവൽ നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്തപാപാജനാഹ യൽ കിഞ്ചിൽ ദദതേ സ്മശക്തി അനുഗുണം താമ്പൂലമാല്യാധികം. പിന്നെ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു സങ്കടം പറയുകയാണ്. ഈ മധുരയിലെ പ്രധാന വഴിയുടെ ഇരുഭാഗത്തും ആൾക്കാരിങ്ങനെ നിന്നിട്ട് അതിങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് ഉള്ളിൽ കണ്ടുകൊണ്ടാണ് വർണ്ണിക്കുന്നത്. അവരൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയതൊക്കെ ഭഗവാന്, ഒരാൾ മാലയാണെങ്കിൽ ഒരാൾ പൂവ്, ഒരാൾ എന്തെങ്കിലും മലര്, അവലിപ്പഴമൊക്കെ കൊടുക്കുക. അവരൊക്കെ ഭഗവാൻ അപ്പോൾ തന്നെ അനുഗ്രഹിക്കുന്നു. വരമ്പത്താ കൂലി എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ അനുഗ്രഹം
ഈ മധുരാപുരിയിൽ അനുഗ്രഹം. അപ്പോൾ തന്നെ അനുഗ്രഹിച്ച് പോവുകയാണ്. ഭഗവാനെ, ഈ ഉള്ളവന് കഴിഞ്ഞില്ലല്ലോ ഒരു ആ ഒരു കാലത്ത് ഈ ജീവൻ ഉണ്ടാവും, ഒരു ശരീരവും സ്വീകരിച്ചും ആ വഴിയിൽ എവിടെയെങ്കിലും കയ്യിൽ കിട്ടി എന്തെങ്കിലും ഒരു തുളസിപ്പൂവെങ്കിലും എടുത്ത് നിൽക്കാനും അങ്ങ് വരുമ്പോൾ അങ്ങയ്ക്ക് സമർപ്പിക്കുവാനുള്ള ഭാഗ്യം ഈ ഉള്ളവന് ഉണ്ടായില്ലല്ലോ എന്നാണ്. അതും കൂടി ഭട്ടതിരിപ്പാടിൻ്റെ ഒരു സങ്കടം പോലെ ഭട്ടതിരിപ്പാട് അവിടെ പറഞ്ഞു. ഏഷ്യാമീതി വിമുക്തയാഭി ഭഗവൻ ആലേപദാത്രിയാത്തയാ, ഞാൻ ഇനി വരാം, എൻ്റെ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞയച്ചതിന് ശേഷം ഭഗവാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ആ ഗോപുരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. ഈ ആൾക്കാരുടെയൊക്കെ ബഹളം കേട്ടിട്ട് ഈ ഉള്ളിലുള്ള മധുരാപുരിയിലുള്ള കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ കൃഷ്ണൻ എത്തിച്ചേർന്നു എന്നറിഞ്ഞു. കൃഷ്ണൻ്റെ യശസ് അവിടെ എത്തി. ഈ ബഹളമൊക്കെ കേട്ടപ്പോൾ ദേവകീദേവിക്കും തൻ്റെ മകനായ കണ്ണൻ എത്തിച്ചേർന്നു എന്ന അറിവ് ഉണ്ടാവുകയും കൃഷ്ണൻ എത്തിച്ചേർന്നു, മകൻ എത്തിച്ചേർന്നു എന്നറിഞ്ഞപ്പോൾ ആ മാതൃസ്നേഹം മുലപ്പാലായി ചുരക്കം ചെയ്തു എന്നാണ്. ആ മുലപ്പാൽ പോലെ ഭഗവാന്റെ യശസ് ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ മധുരാപുരിയിലേക്ക് പ്രവേശിക്കും ചെയ്തു എന്ന് പറഞ്ഞു. ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ. ഇപ്പോൾ ഒരു വില്ല് വെച്ച യാഗം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിച്ചത്. ആ യാഗശാലയിലേക്ക് ചെന്നു. ഉള്ളിലേക്ക് പാസ്സുള്ളവർക്കേ പ്രവേശനമുള്ളൂ എന്നൊക്കെ പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരെ. പിന്നെയല്ലേ ഭഗവാന് പാസോ? ആ പറഞ്ഞ ആൾക്കാരെ തല്ലി വീഴ്ത്തി ഉള്ളിലേക്ക് അങ്ങ് കയറി. ആ വില്ല അങ്ങനെ അവിടെ പീഠത്തിൻ്റെ മുകളിൽ വെച്ചത് കണ്ടു. ഇത് കൃഷ്ണൻ ഒട്ടും ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അമ്മാവിൻ്റെ നാട്ടിലേക്ക് ഇങ്ങ് വന്നത് മുതൽക്ക് കാണുന്നതൊക്കെ വളഞ്ഞും കൊണ്ടാണ്. നേരത്തെ ഒരു പെണ്ണൊരുത്തിയെ കണ്ടു, അത് വളഞ്ഞും കൊണ്ട്. ഒരു വില്ല് കാണുന്നു, അതും വളഞ്ഞും കൊണ്ട്. ഒക്കെ നേരെയാക്കാന്ന് വെച്ചിട്ടാണോ നിശ്ചയില്ല. അത് എടുക്കരുതെന്നൊക്കെ കാവൽക്കാർ പറയുമ്പോഴേക്കും എടുത്തു കഴിഞ്ഞു. പൊട്ടിച്ച് 2 കഷ്ണാക്കി. നമ്മുടെ രാജാവിൻ്റെ വില്ല് പൊട്ടിവെച്ചവനെ വെറുതെ വിടരുതെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നു. ആ വില്ലിൻ്റെ കഷ്ണമേ വേണ്ടി വന്നുള്ളൂ. 2 ആൾക്കും കൂടി വന്ന ആൾക്കാരെയൊക്കെ തല്ലിക്കൊല്ലാൻ. അതിനുശേഷം ആ യജ്ഞശാലയ്ക്ക് തീയും കൊളുത്തിയിട്ട് ഭഗവാന് താമസിക്കാനായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ആ കൊട്ടാരത്തിലേക്ക് അങ്ങ് പോയി. അവിടെ ചെന്ന് കമസക്ഷപണോത്സവസ്യ പുരത പ്രാരംഭദൂര്യോപമശ്ചാപധ്വംസ മഹാധ്വനി. ഈ വില്ല് പൊട്ടിച്ചപ്പുണ്ടായ ഈ മഹാധ്വനിയിലെ വലിയ ശബ്ദം, അത് ഈ കഥകളിയൊക്കെ തുടങ്ങുമ്പോൾ കേളികൊട്ടില്ലേ, കേളികൊട്ട് എന്തിനാ? അറിയിക്കാൻ വേണ്ടിയിട്ടായി കേളികൊട്ടുക. കഥകളി തുടങ്ങാൻ പോവുകയാണെന്ന് എല്ലാവരും അറിയിക്കാനാണ് കേളി കൊട്ടുന്നത്. ഇതേപോലെ നാളത്തെ കംസവധത്തിനൊരു കേളിയായി തീർന്നു ഈ വില്ല് പൊട്ടിച്ച ശബ്ദം എന്നാണ്. നാളെ കംസവധം നടക്കാൻ പോവുകയാണ്, എല്ലാവരും കേട്ടോളൂ എന്ന് ഭഗവാൻ കേളി കൊട്ടി അറിയിച്ചു ഈ വില്ല് പൊട്ടിച്ച ശബ്ദം കൊണ്ട് എന്നാണ്. അതിനുശേഷം ആ മുറിയിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ്. ശിഷ്ടേർ ദുഷ്ടജനേശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാച്ച ഭീത്യാതത സമ്പശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീതാംനാ സഹ രാധികാവിരഹജം ഖേദം വദൻ പ്രസ്വപൻ ആനന്ദൻ അവതാര്യകാര്യഘടനാത് ഭാദേശ സംരക്ഷമാം. ആ മധുരാപുരിയുടെ ഐശ്വര്യമൊക്കെ ഒന്നും കൂടിയൊക്കെ ചുറ്റിക്കണ്ട് പിന്നെ താമസിക്കേണ്ട ഇടത്ത് വന്ന് കിടക്കുന്ന സമയത്ത് തൻ്റെ ഭക്തിയുടെ സ്വരൂപം തന്നെയായ പ്രേമഭക്തി രൂപം പൂണ്ടാൽ അത് രാധാദേവിയായി. ആ രാധികയെ സ്മരിച്ചുകൊണ്ട്, അപ്പോഴും ഭഗവാന്റെ സ്മരണ ഭക്തനെക്കുറിച്ചാണ് എന്നർത്ഥം. ആ രാധികയെ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ കിടന്നുറങ്ങി എന്നാണ്. അന്നത്തെ രാത്രി ഭഗവാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയെങ്കിൽ കംസന് അത്ര സുഖമായിട്ടുള്ള ഉറക്കമുണ്ടായില്ല. അങ്ങനെ ഉറക്കമുണ്ടാവുക? അന്തകൻ വന്ന് തൊട്ടടുത്ത മുറിയിൽ താമസം തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? കണ്ണിങ്ങോട്ട് അടച്ചാൽ കാണുന്നതൊക്കെ ദുസ്വപ്നങ്ങളാണെന്നാണ്. ഈ മരിച്ചുപോയ പൂതന തുടങ്ങിയ ആൾക്കാരൊക്കെ വന്നിട്ട് കംസനോട് ചോദിക്കുകയാണ്, കംസ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, പോവല്ലേ എന്ന്. ഈ മരിച്ചുപോയ ആൾക്കാർ സ്വപ്നത്തിൽ വന്നിട്ട് പോവല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ വലിയ താമസം ഉണ്ടാവില്ല എന്നാണ് പറയുക. വേറെയും കുറേ ലക്ഷണം ഉണ്ട് കേട്ടോ, അത് മാത്രം കണ്ടിട്ട് പോവാന്ന് പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇങ്ങനെയുള്ള കുറേ മരണലക്ഷണങ്ങൾ കംസൻ അന്ന് രാത്രി കണ്ടു. ഒക്കെ കൂടെ കാളരാത്രി കംസന് പിറ്റേന്ന് രാവിലെ പ്രാതസന്ത്രസ്തഭോജക്ഷിതിപതി വജസാ പ്രസ്തുതേ മല്ലദുര്യേ സംഘേ രാജ്ഞാം ച മഞ്ചാൻ അഭിയയുഷികതേ നന്ദഗോപേ ബിഹർമ്യം കംസേ സൗധാധിരൂഢേ ത്വമഭി സഹബല സാനുകശ്ചാരുവേഷ രംഗദ്വാരം ഗതോ ഭൂ കുപിത കുബലയാ പീഡനാഗാവലീഢം. ഇങ്ങനെ ചിത്രം വരച്ച് വയ്ക്കുക ഭട്ടതിരിപ്പാട്. ഓരോ ശ്ലോകം കേൾക്കുമ്പോഴേ രാവിലെയായി ആ ക്ഷിതിപതി സന്ത്രസ്തനാണ്,
സന്ത്രസ്തനാകാതിരിക്കുമോ? ഈ വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും പേടിയുണ്ടാവും. അപ്പോൾ സന്ത്രസ്തനായ ആ ഭോജക്ഷിതിപതി, ആ കംസചക്രവർത്തിയുടെ വാക്കുകൾക്കനുസരിച്ച് വജസ മല്ലദൂര്യം, ഈ മല്ലത്തട്ട് തയ്യാറായി. ഇത് ആൾക്കാരറിയിക്കാനായിട്ട് പെരുമ്പറ ഘോഷം മുഴങ്ങി. രാജാക്കന്മാർ ആ മല്ലയുദ്ധം കാണാമെന്നുള്ള രീതിയിൽ ഗാലറിയിലൊക്കെ കയറിയിരുന്നു. നന്ദഗോപർ അവിടെ എത്തിച്ചേർന്നു. ഇതിനൊക്കെ മുകളിൽ ആ മട്ടുപ്പാവിൽ കംസേ സൗധാധിരൂഢേ ത്വമഭി സഹബല, കംസൻ അങ്ങനെ ഇരിക്കുന്നു. അവിടേക്ക് ബലരാമനോടുകൂടി ഭഗവാൻ എത്തിച്ചേർന്നപ്പോൾ ഈ കുവലയാപീഠം എന്ന ആനയുമായി ആ ആനപ്പാപ്പാൻ നിൽക്കുന്നുണ്ട്. ഈ ആനപ്പാപ്പാന് കൃഷ്ണനുമായിട്ട് ഉടക്കണം, എന്നാലല്ലേ കുവലയാപീഠത്തെ കൃഷ്ണൻ്റെ നേർക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉടക്കാൻ വേണ്ടിയിട്ട് വഴിക്കൽ ആനയെ കെട്ടിയിട്ടു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാൻ വഴിയില്ലാതിരിക്കുമെന്ന് മാറ്റാനെങ്കിലും പറയുമല്ലോ. ഭഗവാനും അങ്ങനെ ഉണ്ടായത്. പക്ഷേ ഭഗവാന് മനസ്സിലായി ഇവൻ ഈ ആനയെ വഴിക്കൽ കെട്ടിയിട്ടത് അറിയാതെ കെട്ടിയിട്ടതല്ല, ഉടക്കാൻ വേണ്ടി കെട്ടിയിട്ടതാണെന്ന്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ ആനയെ മാറ്റാൻ പറഞ്ഞ ഭാഷ ആ ഭാഷയാണ്, അവൻ അറിയിക്കുന്ന ഭാഷയാണ്. ആനക്കാര ഒന്ന് മാറ്റൂ നല്ല ഭട്ടതിരിപ്പ നാരായണി അനുസരിച്ചിട്ട് പാപിഷ്ഠാവേഹി മാർഗാദം ദ്രുതമിതി വജസാ നിഷ്ഠുര ക്രുദ്ധ ബുദ്ധേ. മഹാപാപി ആനയെ മാറ്റൂ എന്നാണ് പറഞ്ഞത്. ആനക്കാരാന്നും കൂടിയില്ല, മഹാപാപി ആനയെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ദേഷ്യം വന്നു, ആനയെ അങ്ങ് ഓടിച്ചു. രണ്ടുപേരും കൂടി ആനയെ പിടിച്ചങ്ങ് തിരിച്ചു തുടങ്ങിയെന്നാണ്, ബലരാമനും കൃഷ്ണനും കൂടി. ആന അങ്ങനെ തിരിച്ചൊറ്റ അങ്ങോട്ട് എറിഞ്ഞു. തെറിച്ചു പോയ ആന ഓടി വന്നു. കൃഷ്ണനെ കുത്താൻ നോക്കിയ സമയത്ത് രണ്ട് കൊമ്പും കൃഷ്ണൻ അങ്ങ് പിടിച്ചു. രണ്ട് കൊമ്പിൻ്റെ നടുവിൽ ഒരൊറ്റ ചവിട്ടം അങ്ങോട്ട് കൊടുത്തു. മസ്തകം പൊട്ടിപ്പിളർന്നു. രണ്ട് കൊമ്പും ഊരി ഇങ്ങോട്ട് പോന്നു. ഈ പൈപ്പൊക്കെ പൊട്ടിയാൽ വെള്ളം തെറിക്കില്ലേ? നമ്മൾ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം നമ്മളെ സൽക്കരിക്കും, കാല് കഴുകി വരൂ കേട്ടോ എന്ന് പറയും. പൈപ്പ് അങ്ങോട്ട് തുറന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, കുളി കഴിയും ചിലപ്പം, ഒന്നായിട്ട് വെള്ളം ചീറ്റുവേ. ഇതേപോലെ മസ്തകം പൊട്ടിപ്പളർന്ന് കൊമ്പിങ്ങോട്ട് ഊരി പോന്നപ്പോൾ ആനച്ചോര അങ്ങ് ചീറ്റി തെറിച്ചു. രണ്ടുപേരും ആനച്ചോരയിൽ കുളിച്ചു. ആനക്കൊമ്പ് ഇങ്ങോട്ട് എടുത്തു, ഒരു കൊമ്പ് ഏട്ടന് കൊടുത്തു. കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് തട്ടിയപ്പോൾ കുറേ മുത്തുമണികൾ വീണു എന്നാണ്. ഈ ആനക്കൊമ്പിൽ മുത്തുമണികൾ ഉണ്ടാവുമെന്നാണ്. ഒരു കവികൽപ്പനയാണ് കേട്ടോ. മുത്തുമണിയൊന്നും ഉണ്ടാവുന്നില്ല, ഒരു കവികൽപ്പനയാണ്. ആനക്കൊമ്പ് ഊരി അവിടെ മുത്തുമണി ഉണ്ടാവുന്നത്. ഈ മുത്തുമണി രാധികായൈതി ചേതി പ്രാതാസ്ത്വം ഹാരമേഭി ലളിത വിരചിതം രാധികായൈതി ചേതി. അത് തട്ടി നേരെ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ശ്രീതാമാവിന് കൊടുത്തിട്ട് പറഞ്ഞു, ദേ രാധയ്ക്ക് കൊടുത്തയച്ചോളൂ കേട്ടോ, മാല കെട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ആനയുമായി ഭീകര യുദ്ധം ചെയ്ത് നിൽക്കുന്ന സമയത്തും രാധയെ പറ്റിയിട്ടുള്ള ചിന്തയും രാധയ്ക്ക് മാല കൊടുക്കാനുള്ള ചിന്തയൊക്കെ ആ ഭഗവാൻ ഉണ്ടായിരുന്നതെന്നർത്ഥം. ആനയുമായിട്ട് കളിക്കുമ്പോൾ അതൊരു കളി, അത്രയേ ഉള്ളൂ, ഒരു ലീല. ഭഗവാൻ അതിനാൽ ആകെ പേടിച്ച് പരിഭ്രമിച്ച അതൊന്നുമില്ല എന്നർത്ഥം. ആ മാല കെട്ടാൻ ഈ മുത്തുമണി കൊടുത്തു. അതിനുശേഷം എന്താണ്ടായത്? അത് കഴിഞ്ഞ് ഈ ആനക്കൊമ്പ് തോളിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും അമ്മാവൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഗൃഹാനം ദന്തമംസേ യുധമധാലിനാം രംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭസഹൃതമനോ ലോചനാവീക്ഷ്യ ലോകാഃ അംഹോധന്യോന്നു നന്ദ നഹി നഹി പശുപാലാംഗന നോ യശോദ നോ നോ ധന്യേക്ഷണാഃ സ്മത്രിജഗതി വയമേവേദി സർവേ ശംസേ. നോ എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ? അന്യപടി, അല്ല എന്നർത്ഥം. എന്തല്ല എന്നർത്ഥം? ഈ ആനക്കൊമ്പും തോളിൽ വെച്ചുകൊണ്ട് അടിമുടി ആനച്ചോരയിൽ കുളിച്ച് കെട്ടഴിഞ്ഞ തലമുടിയുമായി ഈ രാമനും കൃഷ്ണനും ആ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നില്ലേ? അവരൊക്കെ പറഞ്ഞു തുടങ്ങിയെന്നാണ്. നമ്മളിങ്ങനെ കേട്ട് ഒരു സൂപ്പർ ഹീറോ ആയി നിൽക്കുക. അപ്പം കൃഷ്ണൻ അവരുടെ മുന്നിലേ, ആ കൃഷ്ണൻ നിൽക്കുന്നത്, ഇപ്പുറത്ത് നിൽക്കുന്നയാൾ കൃഷ്ണൻ, അപ്പുറത്ത് കാരണവർ രാമൻ. എന്നിട്ട് പറഞ്ഞു തുടങ്ങിയെന്നാണ്. കണ്ടില്ലേ, അവിടെ കയറിയിരിക്കുന്ന ഒരാൾ നന്ദഗോപര്. എന്തൊരു ഭാഗ്യമാണ് നന്ദഗോപര് ചെയ്തത്. നന്ദഗോപരുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ നന്ദഗോപര് ഏറ്റവും ഭാഗ്യം ചെയ്തു എന്ന് പറഞ്ഞു. ഈ യശോദാദേവിയുടെ പ്രായമുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു ഇവരുടെ അമ്മയായതുകൊണ്ട് യശോദാദേവിയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തതെന്ന്. രാമൻ്റെ പ്രായമുള്ള കുട്ടികൾ പറഞ്ഞു ഇവരുടെ കൂട്ടുകാരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തതെന്ന്.
ഭാഗവതത്തിൽ ഈ സന്ദർഭത്തിൽ വേറൊന്ന് പറയുന്നത് കാണാം. അവിടെ കൂടിയിരിക്കുന്നവർക്ക് ഓരോ തരത്തിൽ ഭഗവാൻ അനുഭവപ്പെട്ടു എന്നാണ്. മല്ലാനാം അശനി, നൃണാം നരവര, സ്ത്രീണാം സ്മരോമൂർത്തിമാൻ, ഗോപാനാം സ്വജന, അസതാം ക്ഷിതിഭുജ, ശാസ്താസ്വപിത്രോശിശു, മൃത്യുർഭോജപതേഹ, വിരാട് അവിദുഷാം, തത്വം പരം യോഗിനാം. ഇത് കൃഷ്ണസങ്കല്പത്തെ മൊത്തം കാണിക്കും കൂടി ചെയ്യുന്ന ശ്ലോകമാണ്. അതെ, കൃഷ്ണൻ അങ്ങനെ തന്നെയായിരുന്നു. മല്ലാനാം അശനി, മല്ലന്മാർ തനിക്ക് മുന്നിലേക്ക് വന്നപ്പോൾ ഇടിവാൾ പോലെ നിന്നയാളാണ് കൃഷ്ണൻ. നൃണാം നരവര, സാധാരണക്കാരെ സംരക്ഷണത്തിനായിക്കൊണ്ട് ആശ്രയിച്ച സമയത്ത് ഒരു ഉത്തമ രാജാവായിട്ട് നിന്ന് അവരെ സംരക്ഷിച്ചയാളാണ് കൃഷ്ണൻ. നൃണാം നരവര. സ്ത്രീണാം സ്മരോമൂർത്തിമാൻ, തന്നെ പ്രേമത്തോടുകൂടി ആശ്രയിച്ച സ്ത്രീകളുടെ മുന്നിൽ കാമദേവനായിട്ട് നിന്നയാളാണ് കൃഷ്ണൻ. മൃത്യുർ ഭോജപതേഹ, കംസനെ പോലെയുള്ള ദുഷ്ടന്മാർക്ക് മരണം തന്നെയായിരുന്നു കൃഷ്ണൻ. തത്വബോധമില്ലാത്തവർക്ക് കൃഷ്ണൻ്റെ കാലത്ത് ജീവിച്ച, കൃഷ്ണൻ്റെ അടുത്ത് ജീവിച്ച ആൾക്കാരായിട്ട് പോലും കൃഷ്ണൻ്റെ മഹിമ അറിയാത്തവരും ഉണ്ടായിരുന്നു അക്കാലത്ത്. അതാണ് വിരാട് അവിദുഷാം. മഹായോഗീശ്വരന്മാർക്ക് കൃഷ്ണൻ സച്ചിദാനന്ദ ബോധം, അഖണ്ഡ ബ്രഹ്മതത്വം തന്നെയായിരുന്നു. അതാണ് സമസ്ത ജനതയെയും സമസ്തരെയും തന്നിലേക്ക് ആകർഷിച്ച ഒരാളാണ് കൃഷ്ണൻ എന്നർത്ഥം. അതും കൂടി ആ ശ്ലോകം അർത്ഥമാക്കുന്നത്. അങ്ങനെ അങ്ങ് ഭഗവാൻ അവിടെ നിന്നപ്പോൾ ചാണൂരനും, ചാണൂരോ മല്ലവീരസ്തനു നൃപഗിരാ മുഷ്ടികോ മുഷ്ടിശാലി, ത്വാം രാമം ചാഭിവേദേ ജഡജഡിതി മിഥോ മുഷ്ടിപാദാതിരൂക്ഷം. ചാണൂരിന് മുഷ്ടികനും ഇങ്ങോട്ട് വന്നു, നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, യുദ്ധം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു യോജിപ്പ് വേണ്ടേ. ഇന്നിപ്പോൾ അങ്ങനെയല്ലേ, ബോക്സിംഗ് ഒക്കെ 60 കിലോ 60 കിലോ, 70 കിലോ 70 കിലോ, 60 കിലോ വെയിറ്റുള്ള ആൾ 70 കിലോ ആയിട്ട് യുദ്ധം ചെയ്യില്ല. അങ്ങനെ നിയമമുണ്ട്. അതേപോലെ നിങ്ങൾ വലിയ ഭീകരന്മാർ, ഞങ്ങൾ കുട്ടികൾ. അപ്പം നിങ്ങൾക്ക് പറ്റിയ ആളുമായിട്ട് യുദ്ധം ചെയ്യാം, ഞങ്ങൾക്ക് പറ്റിയ ആളുമായിട്ട് യുദ്ധം ചെയ്യാം. ചാണൂരൻ അവിടെ സത്യം പറഞ്ഞു എന്നാണ്. ബലശ്ച ബലിനാംബര, നീ കുട്ടിയോ, നീ ബലം ഉള്ളവരിൽ വെച്ചിട്ട് ബലം എന്താ ഭഗവാൻ ഗീതയിൽ പറയുന്നില്ലേ, ബലവത്തുക്കളിൽ വെച്ചിട്ട് ബലം ഞാനാകുന്നു എന്നാണ്. പ്രഹ്ലാദനോട് ആരാണ് നിനക്ക് ബലം എന്ന് ചോദിച്ചപ്പോൾ എന്താ പ്രഹ്ലാദൻ പറഞ്ഞത്? എനിക്ക് ബലമോ, എനിക്ക് മാത്രം ബലമോ? അങ്ങനല്ല അച്ഛാ, അച്ഛനും എനിക്കും ഈ കാണുന്ന സർവത്തിനും ബലം ആരാണ്? ബലം മേ വൈകുണ്ഠ. അപ്പോൾ അവിടെ ചാണൂരൻ പറഞ്ഞത് ശരിയാ. യുദ്ധം തുടങ്ങി. ആ യുദ്ധം തുടങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ ഈ ചെറിയ കുട്ടിയും വലിയ ആളും തമ്മിലുള്ള യുദ്ധം കണ്ടപ്പോഴേ അധർമ്മമാണെന്നൊക്കെ പറഞ്ഞ് പോയി തുടങ്ങിയെന്നാണ്. ഭഗവാൻ ശത്രുവിനെ കൊല്ലണം നിശ്ചയിച്ചു. അടുത്തേക്ക് വന്ന ചാണൂരനെ കാല് വെച്ച് നിലത്ത് വീഴ്ത്തി, കാല് തൂക്കിപ്പിടിച്ചെടുത്ത് ഭൂപൃഷ്ഠേ പോധയാമാസ, ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു നിലത്ത്. ഈ തണ്ണിമത്തൻ വത്തയ്ക്കാന്നൊക്കെ പറഞ്ഞ സാധനം നിലത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞാൽ ഉണ്ടാവില്ല, ചുമന്ന നിറത്തിൽ അങ്ങ് ചെതറിപ്പോവും. ഇതേപോലെ ചെതറിപ്പോയി ചാണൂരെന്നാണ്. ഇതൊരു സിഗ്നൽ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ആര്? ബലരാമൻ. കാരണവരൊക്കെ ആണെങ്കിലും കൃഷ്ണൻ സിഗ്നൽ കൊടുത്താലേ ബലരാമൻ സ്വതവേ എന്തും ചെയ്യുള്ളൂ. ഇതങ്ങോട്ട് കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന മുഷ്ടികൻ അടിച്ചു കൊന്നു. പിന്നെ ശലൻ തോശലൻ തുടങ്ങി കുറച്ച് ആൾക്കാരൊക്കെ വന്നു തന്നെയുള്ളൂ, വരി തന്നെ ഉണ്ടായുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ തീരും ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ കൊന്നു. അവിടെ ഒരു ശ്ലോകം, പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽ നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം, അത് നമ്മൾ വിട്ടു. ഭഗവാൻ അവിടെ എത്തിയ സമയത്ത് ഈ ഭഗവാൻ ആരാണ്? സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണ്. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം എന്നാദ്യം വിശേഷിപ്പിച്ചത്. അതന്നെയാണ് ഇവിടെയും. ആനന്ദസ്വരൂപനാണ്. ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധം ആണ് ഈ കൃഷ്ണൻ. ആ കൃഷ്ണൻ തന്നെയാണ് ആര്? ഗുരുവായൂരപ്പൻ. ഈ മൂന്നും ഒന്നാണ് എന്നും കൂടി ഭട്ടതിരിപ്പാട് അവിടെ ഭംഗിയായിട്ട് പറഞ്ഞു. അഖണ്ഡ സച്ചിദാനന്ദ ബ്രഹ്മം, ഉപനിഷത്തുകൾ പറയുന്ന ആ അഖണ്ഡ ബ്രഹ്മം കൃഷ്ണനായി മായയെ സ്വീകരിച്ച് അവതരിച്ചു. ആ കൃഷ്ണൻ തന്നെ ഗുരുവായൂരപ്പനായി ഗുരുവായൂരിൽ വിളങ്ങുന്നു എന്നർത്ഥം. ആ ഭഗവാനെ മധുരാവാസികൾ കണ്ട് ആനന്ദിച്ചു എന്നാണ്. കംസൻ കൃഷ്ണനെ പിടിച്ച് പുറത്തെറിയാനും ദേവകിയും വസുദേവരെയൊക്കെ കൊല്ലാനും ഒക്കെ പറഞ്ഞു. ഭഗവാൻ തൻ്റെ ശരീരം അങ്ങ് ചെറുതാക്കി ഉയർന്നു പൊങ്ങി കംസൻ്റെ അടുത്തെത്തി. കംസൻ്റെ ഒരു തട്ടങ്ങ് തട്ടി നേരെ കംസൻ താഴത്തേക്ക് വീണു. വീണ് കിടക്കുന്ന കംസൻ്റെ നെഞ്ചത്തേക്ക് എടുത്തങ്ങ് ചാടി ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു. അവിടെ കിടന്ന് അങ്ങ് തീർന്നു. നേരെ നെഞ്ചത്ത് കൃഷ്ണനെ കണ്ടോണ്ട് മരിച്ചു എന്നർത്ഥം. എന്തുകൊണ്ട് സാധിച്ചു കംസനത്? നിരന്തര സ്മരണ കൊണ്ട്. ഭാവം ഏതോ ആയിക്കോട്ടെ, ഭഗവാൻ അങ്ങനല്ല. മനസ്സ് കുന്തിദേവി പറഞ്ഞ പോലെ ഗംഗ സമുദ്രത്തിലേക്ക് പോകുന്ന പോലെ മനസ്സ് ഭഗവാനിലേക്ക് പോകണം. അതാ ഭക്തി.
അത് ഏത് വികാരം കൊണ്ടായാലും ഒരു കുഴപ്പമില്ല. സ്നേഹം കൊണ്ടായിക്കോട്ടെ, ഭക്തി കൊണ്ടായിക്കോട്ടെ, ഇനിയും കാമുക ഭാവത്തിലായിക്കോട്ടെ, മക്കളോടുള്ള ഭാവം വാത്സല്യ ഭാവത്തിലായിക്കോട്ടെ, ഇടതടവില്ലാതെ പോകണം. ഭക്തി അതാണ്. ഇന്നിപ്പോൾ നമ്മളുടെ ഭക്തിയൊക്കെ പലപ്പോഴും സീസണൽ ഭക്തിയാണ്, അല്ലേ? ആണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭക്തിയുണ്ട്. അങ്ങനെയുള്ള സത്സംഗങ്ങളിൽ നാരായണീയത്തിലായാലും ഭാഗവതത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഭക്തിയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാൽ ഭക്തിയുണ്ട്. വീട്ടിൽ ചെന്നാൽ തീർന്നു പലപ്പോഴും. അല്ലെ, ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോഴുള്ള ഭക്തി വീട്ടിലില്ല. ഇനിയിപ്പോൾ ചിലവർക്ക് ഒരു മാസമൊന്നും കഴിയണ്ട, ആയി 10 മാസം കഴിഞ്ഞാൽ വൃശ്ചികായില്ലേ, ആ 41 ദിവസം എന്തൊരു ഭക്തിയാണ്. 41 കഴിഞ്ഞാൽ തീർന്നു. 41 കഴിയണ്ട, മാലട്ട് പോയി വന്ന് ഇവിടെ എത്തിയാൽ തീർന്നു. ഇതല്ല ഭക്തി. ഗംഗാനദി സമുദ്രത്തിലേക്ക് പതിക്കുന്ന പോലെ എന്നുള്ള ഉപമ എന്താ കാണിക്കുന്നത്? ഗംഗ അങ്ങനെ ഇടയിൽ നിന്ന് കുറച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടാണോ സമുദ്രത്തിലേക്ക് പോകുന്നത്? ഇടതടവില്ലാതെ പോവുകയാണ്. മനസ്സ് ഇടതടവില്ലാതെ ഭഗവാനിലേക്ക് പോവുക, എപ്പോഴും ഭഗവാനിൽ നിൽക്കുക. അത് സാധിക്കുമോ? അതാ സംശയം. അത് സാധിക്കുമോ? ഈ ലോകത്തിൽ പല വ്യവഹാരങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ എപ്പോഴും ഭഗവത് സ്മരണയിൽ നിന്നുകൊണ്ട് വ്യവഹാരങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റും. പറ്റുമെന്നെങ്ങനെ സമർത്ഥിക്കാം? നമുക്ക് നമ്മളെ തന്നെ വെച്ച് ചിന്തിക്കാം. നമ്മുടെ സങ്കടം, വളരെ വലിയ സങ്കടം നമുക്കുണ്ടായി എന്ന് കരുതുക. വളരെ വലിയ സങ്കടം ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരോട് വർത്തമാനം പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ തമാശയൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്, അവരോട് വ്യവഹരിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ? വലിയ സങ്കടം ഉണ്ടാകുന്ന സന്ദർഭത്തിലും നമ്മൾ ലോകത്തിൽ വ്യവഹരിക്കേണ്ടതൊക്കെ വ്യവഹരിക്കുന്നുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനമായി സങ്കടമാണ്. ഇത് നമുക്കൊക്കെ അനുഭവമുള്ളതല്ലേ? അതെ. ഇതും മറിച്ചും പറ്റും. ഈ രാമകൃഷ്ണ പരമഹംസർ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു വലിയ വീട്ടിലെ ജോലിക്കാരി, ആ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴും തൻ്റെ കുടിലിൽ ഈ ജോലി കഴിഞ്ഞ് താൻ പൊതിയും കൊണ്ട് ചെല്ലുമ്പോൾ, ഭക്ഷണം കൊണ്ട് ചെല്ലുന്നത് കാത്തു നിൽക്കുന്ന മകൻ, വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തും ഈ സ്ത്രീയുടെ മനസ്സ് ആ മകനിലാണ്. ഈ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, മനസ്സ് അവിടെയാണ്. ഇത് സാധിക്കും. എന്തൊക്കെ ചെയ്യുമ്പോഴും മനസ്സ് ഭഗവാനിൽ വെച്ചുകൊണ്ട് അധിഷ്ഠാനം സത്യം ഭഗവാനാണ് എന്ന അറിവിലിരുന്നോണ്ട് എന്തും ചെയ്യാം. അപ്പം ഏത് ഭാവമായാലും വിരോധമില്ല. കംസൻ അന്തകൻ കൃഷ്ണനാണ് എന്നുള്ള, അല്ലെങ്കിൽ ദേവകിയുടെ 8ാമത്തെ സന്തതി അന്തകൻ എന്നുള്ള അശരീരി കേട്ട ആ സമയം മുതൽക്ക് ഈ സമയം വരെ കംസൻ്റെ മനസ്സ് ഇടതടവില്ലാതെ ഭഗവാനിൽ തന്നെയായിരുന്നു, ഭഗവാനിലേക്ക് തന്നെയായിരുന്നു പോയിരുന്നത്. അതേ വേണ്ടു. നിരന്തര ഭഗവത് സ്മരണ ഇതേപോലെ മുക്തി നൽകുന്നർത്ഥം. ഇപ്പോൾ കംസന് മുക്തി ലഭിച്ചു. പിന്നെ കംസൻ്റെ ജയിലൊക്കെ തുറന്നു, ഉഗ്രസേനനെ രാജാവാക്കി. നോക്കണേ, വേണമെങ്കിൽ അന്ന് മരുമക്കത്തായ സമ്പ്രദായ രാജാക്കന്മാരുടെ ഇടയിൽ പൊതുവെ. അപ്പം കംസൻ മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആരാണ് അവകാശി? മരുമകനായിട്ടുള്ള കൃഷ്ണനാണ്. കൃഷ്ണന് വേണമെങ്കിൽ സിംഹാസനത്തിൽ കയറിയിരിക്കുക, ഉണ്ടായില്ല. ആ ഉഗ്രസേനയെ കയറ്റിയിരുത്തുക ചെയ്തത്. അപ്പോൾ ഉഗ്രസേനൻ ചോദിച്ചു, ഈ റിട്ടയർഡും ആയി, ഇനി അതിൻ്റെ മുകളിൽ റിട്ടയർഡ് ആയിട്ടുള്ള എനിക്കെങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു. ഞങ്ങളുണ്ട് പണിക്കാരായിട്ട്, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് മുത്തച്ഛാന്ന് ചോദിച്ചു. സേവകരായി ഞാനും ഏട്ടനും ഉണ്ട്, പിന്നെ ഉഗ്രസേനൻ എന്ത് പേടിക്കാൻ? വസുദേവരെയും ദേവകിയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു, അവരെ നമസ്കരിച്ചു. അങ്ങനെ കംസനെ വധിച്ച് ത്വൽഭ്രാതൃൻ അഷ്ടപിഷ്ട്വാ ദ്രുതമധപിതരോ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചേർ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാം ഉത്തമം ച ഉദ്ധവം അമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേരുന്ധിമേ സർവരോഗാൻ. മധുരാനാഥനായിക്കൊണ്ട് ഭഗവാൻ അവിടെ തൻ്റെ അടുത്ത ലീലാ രംഗം ആരംഭിക്കുകയാണ്. ഉഗ്രസേനനെ രാജാവാക്കി ഭഗവാൻ അവിടെ ഉദ്ധവനെ, ഭഗവാന്റെ കൂട്ടുകാരൻ തന്നെയാണ്. പിന്നെ ഉദ്ധവൻ വിദേശത്ത് പോയിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ PhD കഴിഞ്ഞ് വന്നയാളാണ്. തമാശ പറയല്ല. ബൃഹസ്പതിയുടെ അരികിൽ നിന്നും രാഷ്ട്രതന്ത്രം പഠിച്ച ആളാണ് ആര്? ഉദ്ധവൻ. അതാണ് വിദേശത്ത് പോയിട്ട് രാഷ്ട്രതന്ത്രം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു വന്നയാളാണ്. അയാളെ തന്നെ വേണ്ടേ മന്ത്രിയാക്കി നിയമിക്കാൻ? വേണ്ടേ? അപ്പോൾ ഉദ്ധവനെ മന്ത്രിയാക്കി. അങ്ങനെ മധുരാനാഥനായി വിരാജിച്ചരുളുന്ന അലയോ ഭഗവാനെ, അങ്ങ് രുന്ധിമേ സർവരോഗാൻ, എൻ്റെ രോഗങ്ങളെയൊക്കെ നശിപ്പിക്കണേ. ഓരോ ദശകം കഴിയുമ്പോഴും ഭട്ടതിരിപ്പാട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കുക. ഭട്ടതിരിപ്പാടിൻ്റെ വാദത്തിനേക്കാൾ വലിയ സൂക്കളാണ് നമുക്ക്, അല്ലേ?
മനസ്സിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം ഇതൊക്കെ കൂടെ കൂടിയിട്ടുള്ള വിഷയാസക്തി, വിഷയാശ എന്ന് പറയുന്ന വലിയ സൂക്കട്, ആ സൂക്കട് മാറുവാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഓരോ ദശകത്തിൻ്റെയും അവസാനത്തെ പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ചത്. അത് നമുക്കൊക്കെ സാധിക്കട്ടെ. ഈ നാരായണീയത്തെ ഉപാസിച്ച് നിരന്തരം ഭഗവാനോടത് പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളിലുള്ള സൂക്കടുകളൊക്കെ, പുറമേയുള്ള സൂക്കടൊക്കെ ഗുളിക കഴിച്ചാൽ മാറിക്കോളുന്നു, പക്ഷേ ഉള്ളിലുള്ള സൂക്കട് ഗുളിക കഴിച്ചാൽ മാറില്ല. ഉള്ളിലുള്ള ഈ കാമക്രോധാദികളാകുന്ന സൂക്കടുകളൊക്കെ മാറി തെളിഞ്ഞ മനസ്സോടുകൂടി ഗുരുവായൂരപ്പനെ ഉപാസിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾ ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.